ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ കാണാം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ. മഹാപുരാണം എന്ന് പറഞ്ഞാൽ 10 ലക്ഷണങ്ങളുള്ള പുരാണമാണ് മഹാപുരാണം. ചില പുരാണങ്ങൾക്ക് 5 ലക്ഷണങ്ങളുണ്ട്, അതിനെ ഉപപുരാണങ്ങളെന്ന് പറയും. 10 ലക്ഷണമുള്ള പുരാണം മഹാഭാഗവതം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ. സർഗം വിസർഗം സ്ഥാനം തുടങ്ങിയിട്ടുള്ള 10 ലക്ഷണങ്ങളാണ്. അതിൽ ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ്. അപ്പോൾ 12 സ്കന്ധവും 10 ലക്ഷണവും തമ്മിൽ ചേരുമോ? ലക്ഷണങ്ങൾ 10, സ്കന്ധങ്ങൾ 12. അപ്പോൾ 2 സ്കന്ധം അധികമാവില്ലേ? അല്ലേ? ലക്ഷണങ്ങൾ 10 സ്കന്ധങ്ങൾ 12. എന്താ? 3-ാമത്തെ സ്കന്ധം മുതൽ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 സ്കന്ധത്തിന് വേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ 3-ാമത്തെ സ്കന്ധം മുതൽ സർഗം വിസർഗം തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ ആരംഭിക്കും. അപ്പം മഹാപുരാണമാണ് ഭാഗവതം എന്ന് പറഞ്ഞു. അതേസമയത്ത് ഭാഗവതത്തിൽ തന്നെ വേറെ സ്ഥലത്ത് കാണാം ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോ കീരേണ ഭാഷിതം. ശ്രീമദ് ഭാഗവതം ശാസ്ത്രമാണെന്നും പറയും. അപ്പം ഭാഗവതം ശാസ്ത്രമാണോ പുരാണമാണോ? രണ്ടും പറയുന്നുണ്ട് ഭാഗവതത്തിൽ. പുരാണം എന്നും പറയുന്നുണ്ട്, ശാസ്ത്രം എന്നും പറയുന്നുണ്ട്. എന്താ തമ്മിൽ വ്യത്യാസം? പുരാണം എന്ന് പറഞ്ഞാൽ തത്വങ്ങളെ കഥാരൂപത്തിൽ പറയുന്നതാണ് പുരാണങ്ങൾ. തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ള തത്വങ്ങളെ വേദവ്യാസ മഹർഷി തന്നെ തത്വങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞു. അപ്പോൾ പുരാണമായി. പുരാണ കഥകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഥ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, തത്വങ്ങൾ മനസ്സിലാക്കിയാലേ അതിൻ്റെ മുഴുവൻ പ്രയോജനമുള്ളൂ. കഥ നമുക്ക് ആസ്വദിക്കാം. എന്തുപോലെ ചില കയ്പുള്ള ഗുളിക പഞ്ചസാരയിൽ പൊതിഞ്ഞു തരില്ലേ? പഞ്ചസാര പൊതിഞ്ഞതിന് വേണ്ടിയിട്ടാണ്, ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യം പഞ്ചസാര കഴിക്കലല്ല, ആണോ? മരുന്ന് കഴിക്കലാണ്, അല്ലേ? അതേപോലെ കഥകളെ നമുക്ക് അതിൻ്റെ ഒരു പുറത്തുള്ള ഒരു ആവരണം മാത്രമാണ്. കഥ നമ്മളെ ആകർഷിക്കാനുള്ളതാണ്. കഥയല്ല പ്രാധാന്യം, കഥയുടെ ഉള്ള തത്വത്തിനാണ് പ്രാധാന്യം. പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്ക് കയ്പുള്ള കഷായം കൊടുക്കുമ്പോൾ ആദ്യം പഞ്ചസാര കൊടുത്തിട്ട് കഷായം കൊടുക്കുന്ന പോലെ ആദ്യം കഥ പറയും. കഥ കേട്ടിട്ട് ബുദ്ധിയുള്ളവർ തത്വം ആലോചിച്ച് മനസ്സിലാക്കും. പുരാണ കഥകളൊക്കെ അങ്ങനെയാണ്. ഏത് കഥ എടുത്താലും നമുക്ക് കാണാം, എല്ലാ കഥകളിലും തത്വങ്ങളുണ്ടാവും. അപ്പോൾ തത്വങ്ങളെല്ലാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആദ്യം കഥ ശ്രദ്ധിച്ചാൽ മതി. ആളുകൾക്ക് കഥകളിലാണ് ആകർഷകത്വം വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദവ്യാസ മഹർഷി തന്നെ തത്വങ്ങളെ കഥാരൂപത്തിൽ പറഞ്ഞപ്പോഴാണ് പുരാണങ്ങളായത്. ഭാഗവതത്തിൻ്റെ അവസാനം പറയും, വേദവ്യാസൻ വേദങ്ങളെ 4ആയിട്ട് പകുത്തു. പിന്നെ അനേക ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിൽ കൂടി ലോകത്തെ പ്രചരിപ്പിച്ചു. ഇവിടെ ജനങ്ങൾക്ക് തത്വങ്ങൾ മനസ്സിലാകാതെ വന്നപ്പോൾ വേദവ്യാസൻ തന്നെ ആ പുരാണ കഥകളെ പുരാണ രൂപത്തിൽ പറഞ്ഞു. അങ്ങനെ 18 പുരാണം ഉണ്ടായി എന്നൊക്കെ അവിടെ പറയും. അപ്പോൾ പുരാണം എന്ന് പറഞ്ഞാൽ കഥകളാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? പുരാണം മുഴുവൻ കഥകളാണ്. എന്തിനാണ് കഥ പറയണത്? കഥ പറഞ്ഞാൽ നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ടല്ല, കഥകളിൽ കൂടി തത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഒരു 1000 പേര് കഥ കേട്ടാൽ 10 പേരെങ്കിലും തത്വം മനസ്സിലാക്കും. എല്ലാവരും തത്വം മനസ്സിലാക്കില്ല, കുറച്ച് പേരെങ്കിലും തത്വം മനസ്സിലാക്കും. അപ്പോൾ ബുദ്ധിയുള്ളവർ, അതാണ് ഗീത പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചില്യതതി സിദ്ധയെ. അനേകായിരം ആളുകൾ കഥ കേട്ടാൽ ചിലപ്പോൾ 10 പേരെ തത്വം മനസ്സിലാക്കുള്ളൂ. അത് മതി, 10 പേര് മനസ്സിലാക്കിയാൽ മതി. താല്പര്യമുള്ളവർ തത്വം മനസ്സിലാക്കിയാൽ മതി, അല്ലാത്തൊരു കഥ കേട്ടോട്ടെ. അപ്പോൾ കഥകളിൽ കൂടി തത്വങ്ങൾ പറഞ്ഞു തരുന്നതാണ് പുരാണങ്ങൾ. ശാസ്ത്രമോ രണ്ടും, ഭാഗവതം പുരാണമാണെന്നും പറഞ്ഞു, ശാസ്ത്രമാണെന്നും പറഞ്ഞു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിഷ്യത, ഇത് ശാസ്ത്ര. നമ്മളോട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്ന് പറയുന്നതാണ് ശാസ്ത്രം. വേദങ്ങളൊക്കെ ശാസ്ത്രമാണ്. എന്താണെന്ന് വെച്ചാൽ വേദങ്ങളിൽ വിധിവാക്യങ്ങളും നിഷേധവാക്യങ്ങളുണ്ട്. വേദങ്ങളിൽ ഇന്നത് ചെയ്യണം എന്നും പറയും, ഇന്നത് ചെയ്യരുതെന്നും പറയും. അപ്പോൾ വേദങ്ങൾ ശാസ്ത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വിധിയും നിഷേധമുണ്ട്, മഹാവാക്യങ്ങളുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ശാസിക്കുന്ന ശാസ്ത്രം. അതുമാത്രമല്ല, ശാസ്ത്രം എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്, പരീക്ഷിച്ച് തെളിയിക്കാവുന്നതാണ് ശാസ്ത്രം. ഒരു ലാബറട്ടറിയിൽ, ഒരു പരീക്ഷണശാലയിൽ തെളിയിക്കാവുന്നതാണ് ശാസ്ത്രം. ശാസ്ത്രം എല്ലാവർക്കും ഒരുപോലെയാണ്. ശാസ്ത്രത്തിൽ ഭേദബുദ്ധിയില്ല. ശാസ്ത്രം എല്ലാവർക്കും ഒരുപോലെയാണ്. പുരാണങ്ങൾ അങ്ങനെയല്ല, ഓരോരുത്തർ അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കും. ഭാഗവതം പുരാണവുമാണ് ശാസ്ത്രവുമാണെന്ന് പറയാൻ കാരണം ഭാഗവതത്തിൻ്റെ കഥാരൂപത്തിലും കാണാം, ശാസ്ത്രമായിട്ടും കാണാം. കഥ കേൾക്കേണ്ടവർക്ക് കഥ കേൾക്കാം. കഥ കേട്ട് ആഘോഷമൊക്കെ നടത്തി രുക്മിണി സ്വയംവരം, കൃഷ്ണാവതാരവും, അല്ലേ, തൊട്ടിലാട്ടലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ സപ്താഹം കേമായിട്ട് കഴിച്ചു കൂട്ടാം.
തത്വം മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ അപൂർവം ചില ആളുകൾ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്കത് ശാസ്ത്രമാകും. ഭാഗവതം പുരാണവുമാണ് ശാസ്ത്രവുമാണെന്നർത്ഥം. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഇന്ന് ആദ്യത്തെ അധ്യായമാണല്ലോ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ശ്ലോകം തന്നെ ഒരു വലിയ ആശയം പറയുന്ന ശ്ലോകമാണ്. ഭാഗവത്തിലെ ആദ്യത്തെ ശ്ലോകം എന്താ? ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാൾ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്ത് സർഗോ മൃഷാ ധാമ്നാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ശ്ലോകത്തിന് മുമ്പിൽ ഇന്ന ആൾ പറഞ്ഞു എന്ന് പറയണില്ല. സാധാരണ എല്ലാ കഥകളും പറയുമ്പോൾ ശ്രീശുക വാച പരീക്ഷിത വാച എന്ന് പറയാറില്ലേ? ഈ ശ്ലോകത്തിന് മുമ്പിൽ വല്ലതും ഉണ്ടോ? പുസ്തകം എടുത്ത് നോക്കൂ. പുസ്തകത്തിൽ ആ ശ്ലോകത്തിൽ ജന്മാദ്യസ്യ എന്നുള്ള ശ്ലോകത്തിന് മുമ്പിൽ ശ്രീശുക വാച എന്നുണ്ടോ? വ്യാസ വാച എന്നുണ്ടോ? പരീക്ഷിത വാച എന്നുണ്ടോ? അപ്പോൾ ആരാ അത് പറഞ്ഞത്? അത് വേദവ്യാസൻ തന്നെ നേരിട്ട് പറഞ്ഞ ശ്ലോകമാണ്. വേദവ്യാസൻ നേരിട്ട് പറഞ്ഞ ശ്ലോകമായതുകൊണ്ട് തൻ്റെ പേര് പറയണില്ല. വേദവ്യാസൻ തന്നെ വ്യാസവാച എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതുകൊണ്ട് വേദവ്യാസൻ തൻ്റെ പേര് പറയാതെ വേദവ്യാസൻ നേരിട്ട് പറയുന്ന ശ്ലോകമാണ് ആദ്യത്തെ ശ്ലോകം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശ്ലോകം ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലാവും. പക്ഷേ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുള്ള ശ്ലോകമാണ്. ചെറിയ ശ്ലോകമാണെങ്കിലും വലിയ ആശയമുണ്ട്. എന്തുപോലെ വെച്ചാൽ ചെറിയ ഒരു വിത്തിൻ്റെ ഉള്ളിലാണ് വലിയ മരം ഇരിക്കുക അല്ലേ? വിത്ത് ചെറുതായിരിക്കും, മരം വലുതായിരിക്കില്ലേ? ഒരാലിൻ്റെ ചോട്ടിൽ ചെന്നാൽ അതിൻ്റെ കായ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ആ ഒരു കായ എടുത്ത് പൊട്ടിച്ചാൽ അതിന് അനേകം ചെറിയ ചെറിയ തരികളുണ്ടാവും അല്ലേ? ഈ ഒരു തരിയിൽ നിന്നാണ് ഈ വലിയ മരം ഉണ്ടായത്. ആ വിത്ത് എത്ര ചെറുതാ, മരം എത്ര വലുതാ അല്ലേ? വിത്ത് ചെറുതാണെങ്കിലും മരം വലുതാവും. എന്ന പോലെ ഇതൊരു ചെറിയ ശ്ലോകമായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ശ്ലോകത്തിലാണ് ഭാഗവതത്തിൻ്റെ താല്പര്യം മുഴുവൻ ഒതുക്കി വെച്ചിട്ടുള്ളത്. ഇതിന് അനേകം വ്യാഖ്യാനങ്ങളുണ്ട്. വംശീധരൻ എന്ന് പറഞ്ഞൊരു ആചാര്യൻ, വംശീധരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഒരു ശ്ലോകത്തിന് 100 വിധം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. 100 വിധം. 100 വിധ ശ്ലോകത്തിന് അർത്ഥം പറയാം. അത്ര ഗംഭീരമായിട്ട് ശ്ലോകമാണ്. നമുക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കില്ല. ഒരു ഭാഷയിലേക്ക് അത് മാറ്റാൻ പറ്റില്ല. ആരംഭിക്കുന്നതോ ജന്മാദ്യസ്യേത എന്നാണ് ആരംഭം. അവസാനിക്കുന്നത് സത്യം പരം ധീമഹി എന്നാണ് അവസാനം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ജന്മാദ്യസ്യ എന്നുള്ളത് ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രമാണ്. ജന്മാദ്യസ്യ ബ്രഹ്മസൂത്രത്തിൽ നിന്നാണ് ആരംഭം. അവസാനിക്കുന്നതോ സത്യം പരം ധീമഹി എന്നാണ്. ധീമഹി എന്നുള്ള പദം ഗായത്രിയിൽ വരുന്ന പദമാണ് അല്ലേ? അപ്പോൾ ബ്രഹ്മസൂത്രത്തിൽ ആരംഭിച്ച് ഗായത്രിയിൽ അവസാനിക്കുന്ന ശ്ലോകമാണ് ആദ്യത്തെ ശ്ലോകം. ആരംഭം ബ്രഹ്മസൂത്രത്തിലാണ്, അവസാനിക്കുന്ന ഗായത്രിയിലാണ്. ആശയം എന്താണെന്ന് വെച്ചാൽ ഏതൊന്നിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ജന്മാദ്യസ്യ, ജന്മ ആദി, ജന്മം തുടങ്ങിയവ, എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഇതാണ് വലിയൊരു വിഷയം. വേദാന്ത ശാസ്ത്രം മുഴുവൻ ചർച്ച ചെയ്യുന്ന 3 വിഷയങ്ങളാണ്. ഒന്ന് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദാന്ത വിഷയം, എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ഈ 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എന്താണ് ഈശ്വരൻ? രണ്ടാമത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കാണുന്ന ലോകം ഉണ്ടല്ലോ, അതെന്താണ്? അതെവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? എവിടെ ചെന്ന് അവസാനിക്കും? ഇതാണ് 2ാമത്തെ വിഷയം. 3ാമത്തെ വിഷയം ഈ പ്രപഞ്ചത്തിനെയും ഈശ്വരനെയും അറിയുന്ന ഞാനുണ്ടല്ലോ, ഈ ബോധം, ഞാൻ, ഈ ഞാനാരാ, ഈ ജീവനാരാ? ഈ 3 വിഷയങ്ങളാണ് ചർച്ച. അപ്പോൾ ആദ്യം തന്നെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാണ്. ഏതൊന്നിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്? ജന്മാദ്യസ്യേത. ഏതോ ഒരു വസ്തുവിൽ നിന്നാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവണം അല്ലേ? കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ഒരു മരം ഉണ്ടാവണമെങ്കിൽ അതിന് വിത്ത് ഉണ്ടാവണം. ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുക എന്നുള്ളൊരു കാര്യം അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. എന്താ അതിന് കാര്യം? ആ കാര്യത്തിന് എന്താ കാരണം? ഒരു സപ്താഹം നടക്കണ്ടേ? അത് ഇവിടെ വന്നിരിക്കുമോ? അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ കാര്യത്തിന് എന്താ കാരണം? പ്രപഞ്ചത്തിന് കാരണം എന്താ? ആ കാരണമാണ് ഭാഗവതത്തിൻ്റെ വിഷയം, ജന്മാദ്യസ്യേത. ആ കാരണം തന്നെയാണ് അന്വയാതെ കൂടിച്ചേരുമ്പോൾ ഒന്നായിട്ടും വേർപിരിയുമ്പോൾ മറ്റൊന്നായിട്ടും തോന്നുന്നത്. അതേ കാര്യം തന്നെയാണെന്നർത്ഥം. പലതില്ല.
അർത്ഥേഷു അഭിജ്ഞസ്വരാണ്. അത് സ്വയം പ്രവർത്തിക്കുന്നതാണ്. സ്വയം പ്രവർത്തിക്കുക വെച്ചാലോ മറ്റൊന്നിൻ്റെ സഹായം വേണ്ട, സ്വയം പ്രകാശിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് തേജോവാരിമൃതം യഥാവിനിമയോ, ആകാശം ഭൂമി വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിട്ടും കൂടിച്ചേർന്നും വേർതിരിയുമ്പോൾ പലതായിട്ട് കാണുന്നൊരു വസ്തു ഉണ്ടല്ലോ. ഈ വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ധാമ്നാസ്വേന സദാ നിരസ്തകം. അതിനെ അറിയാൻ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. എന്തുപോലെ ഒരു വിളക്കിനെ കാണാൻ വേറൊരു വിളക്കിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? സന്ധ്യയ്ക്ക് വിളക്കുകൾ ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിയിട്ടുണ്ടോയെന്നറിയാൻ ടോർച്ചടിച്ച് നോക്കാറുണ്ടോ? ഓ, വിളക്ക് കത്തിയിട്ടുണ്ടോയെന്നറിയാൻ അല്ലേ? വിളക്കിനെ കാണാൻ വേറെ വിളക്ക് വേണ്ട എന്ന പോലെ ഈ സത്യത്തിനെ അറിയാൻ മറ്റൊരു ഉപാധിയുടെ ആവശ്യമില്ല. ആ സത്യം പരമമായിട്ടുള്ള സത്യമാണ്. അതാണ് അവിടെ പ്രധാനം. ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്താണെന്ന് വെച്ചാൽ സത്യം പരം എന്നുള്ള പദമാണ് ഏറ്റവും പ്രധാനം. പരമമായ സത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചോദ്യം വരും, സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സത്യത്തിന് പലതരം സത്യങ്ങളുണ്ടോ? ഈ വേദാന്ത വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിറയെ ചോദ്യങ്ങൾ വരണം. സംവാദങ്ങളിൽ കൂടിയ കാര്യം മനസ്സിലാവുള്ളൂ. നമ്മുടെ പുരാണങ്ങളൊക്കെ സംവാദ രൂപത്തിലാണ്. ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്നവർക്കറിയാം, ഭഗവത്ഗീതയുടെ അവസാനത്തിൽ എന്താ? ഭഗവത്ഗീതാസു ഉപനിഷത്സു ശ്രീകൃഷ്ണാർജുന സംവാദമാണ്. ഭാഗവതം മുഴുവൻ ശുഖപരീക്ഷ സംവാദമാണ്. സംവാദം എന്ന് പറഞ്ഞാൽ പരസ്പരം ചർച്ച ചെയ്യുക, വിവാദമല്ല, തർക്കിക്കുകയല്ല, കാര്യങ്ങൾ അറിയാൻ വേണ്ടി സംവാദം ചെയ്യുക. അപ്പോൾ ഇവിടെ വേദാന്തം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വക ശ്ലോകങ്ങളൊക്കെ പഠിക്കുമ്പോൾ സംവാദം വേണം. നമുക്ക് തന്നെ സംശയം വരണം, എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമമായ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പലതരം സത്യമുണ്ടോ? ധാരാളം ചോദ്യങ്ങൾ മനസ്സിൽ വരണം. നമ്മുടെ ഭാരതീയ സമ്പ്രദായം അനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ്. മറ്റു മതക്കാരങ്ങനെയല്ല. ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിച്ചാൽ നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവായി അല്ലേ? ചോദ്യം ചോദിച്ചാൽ നരകത്തിൽ പോകുന്നതാണ്. നമ്മളങ്ങനെയല്ല, ചോദ്യം ചോദിക്കണം എന്നാണ്. ഗുരുക്കന്മാരോട് സംശയങ്ങൾ ചോദിക്കണം. ചോദ്യം ചോദിച്ചാൽ നമുക്ക് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കാവൂ, അല്ലാതെ വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കരുത്. ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അധീത ബോധ ആചരണ പ്രചാരണം ഇങ്ങനെ ക്രമം. ആദ്യം വിഷയം നല്ലോണം പഠിക്കണം. പഠിക്കുമ്പോൾ നമുക്ക് സംശയം വരും. സംശയം വരുമ്പോൾ ഗുരുക്കന്മാരോട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചും പറഞ്ഞും നമുക്ക് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കാവൂ. അതാണ് ഗീതയുടെ അവസാനത്തിൽ വിമർശയിതശേഷേണ യഥേച്ഛസി തഥാ ഗുരു. അർജുന, ഞാൻ പറഞ്ഞത് മുഴുവൻ നീ വിശ്വസിക്കണ്ട. ആരാ പറയണത്? ഭഗവാനാണ് പറയണത്. ഞാൻ പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നീ എന്ത് ചെയ്യണം? വിമർശയിതശേഷേണ, നല്ലോണം വിമർശിക്കണം. നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നല്ലോണം ചിന്തിച്ച് നോക്കുക. ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്വീകരിക്കാവൂ. അപ്പം നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ അന്ധവിശ്വാസമില്ല. നമുക്ക് യുക്തിപൂർവ്വം ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന വിഷയങ്ങളെ നമ്മൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സത്യം പരം ധീമഹി എന്ന് പറയുമ്പോൾ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറും സത്യം എന്നല്ല, സത്യം പരം എന്ന് പറഞ്ഞു, പരമമായ സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം തന്നെ പല വിധത്തിലുണ്ടോ? അപ്പോൾ ഇതിനൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറില്ലേ സത്യം ചെയ്തു, സത്യം. എന്താ സത്യം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ആലോചിക്കണല്ലേ? എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ച് നോക്കുക ആദ്യം. രണ്ടാമത്തെ കാര്യം പിന്നെ ആലോചിക്കാം, സത്യം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയല്ല, എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത് ത്രികാലാബാധിത. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സത്യം. ത്രികാലാബാധിത സത്ത എന്നാണ് എൻ്റെ നിർവചനം. ത്രികാലം വെച്ചാൽ ഭൂതം, ഭാവി, വർത്തമാനം. 3 കാലത്തും ഒരേപോലെ നിൽക്കുന്ന ഏതാണോ അതാണ് സത്യം. അങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇന്നലെ അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് ഈ പന്തലൂടെ ഉണ്ടായിരുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞത് ഉണ്ടാവുമോ? അപ്പോൾ ഇത് സത്യമല്ല, ഇത് താൽക്കാലികമായിട്ടുള്ള സത്യമാണ്. നേരെ മറിച്ച് ഇതിനെല്ലാം അറിയുന്ന ഞാനുണ്ട്. ഈ ഞാനോ? ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. അപ്പോൾ ഏതാ സത്യം? ഈ കാണുന്ന വസ്തുക്കളാണോ സത്യം? കാണുന്ന ആളാണോ സത്യം? ആരാ? കാണുന്ന വസ്തുക്കളാണോ കാണുന്ന ആളാണോ സത്യം? കാണുന്ന ആളാണ് സത്യം അല്ലേ? കാണുന്ന വസ്തുക്കൾ മുഴുവൻ മാറും, കാണുന്ന ആളോ മാറുന്നില്ല. എല്ലാത്തിനെയും കാണുന്ന നമ്മുടെ ഉള്ള ബോധം ഉണ്ടല്ലോ, ഈ ബോധം തന്നെയാണ് പരമസത്യം. നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനെയും അറിയുന്നതായിട്ടൊരു ബോധമുണ്ട്. ആ ബോധമാണ്
മാറാത്ത നിൽക്കുക, എല്ലാത്തിലും ഒരേപോലെ നിറഞ്ഞു നിൽക്കുക ബോധം, അല്ലേ? എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ ബോധം. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, മൃഗത്തിൻ്റെ ഉള്ളിലുണ്ട്, ഉറുമ്പിൻ്റെ ഉള്ളിലുണ്ട്, കാക്കയുടെ ഉള്ളിലുണ്ട്, എല്ലാത്തിൻ്റെ ഉള്ളിലും ഞാൻ എന്നുള്ള ബോധമുണ്ട്, അല്ലേ? ഞാൻ എന്നുള്ള ബോധം ആരില്ല ഇല്ലാത്തത്? ഒരു ഉറുമ്പിനും ഇല്ലേ ഞാൻ എന്നുള്ള ബോധം? ആനയ്ക്കില്ല ഞാൻ എന്നുള്ള ബോധം. ഇനി ഉറുമ്പിൻ്റെ ഉള്ളിൽ ചെറിയ ഞാൻ, ആനയുടെ ഉള്ളിലോ വലിയ എന്ന് പറയുന്നത് തോന്നി, പക്ഷെ അത് ശരിയല്ലാന്ന് തോന്നിയല്ലേ? വലുതും ചെറുതുമില്ല. ഈ ഞാൻ എന്നുള്ള ബോധം എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കും. അത് സർവ്വവ്യാപിയാണ്. അത് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാവും. അപ്പോൾ അതാണ് സത്യം. അതുകൊണ്ടാണ് വേദത്തിൽ ഈ നമ്മൾ ബ്രഹ്മസൂത്രമാണല്ലോ, ബ്രഹ്മസൂത്രത്തിൽ തന്നെ പ്രജ്ഞാനം ബ്രഹ്മ, മഹാവാക്യത്തിൽ ഒന്നാണ് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഈ പ്രജ്ഞാനമാണ്, ഈ ബോധമാണ് പരമസത്യം. അതെപ്പോഴും നിലനിൽക്കും. ഇന്നലെ ഉണ്ട്, നാളെ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ട്, അല്ലേ? നമുക്കിപ്പോൾ ബോധമില്ലേ? ഇന്നലെ ബോധം ഉണ്ടായിരുന്നില്ലേ? നാളെ ബോധം ഉണ്ടാവില്ലേ? അതെപ്പോഴും മാറാതെ നിൽക്കും. അതാണ് പരമസത്യം. അപ്പോൾ സത്യം എന്ന് മാത്രമല്ല, പരമസത്യം എന്ന് പറയാൻ കാരണം എന്താ? ഈ സത്യം തന്നെ പല വിധത്തിലാണ് പ്രകാശിക്കുക. ചിലത് വ്യാവഹാരിക സത്യം എന്ന് പറയും, ചിലത് പ്രാതിഭാസിക സത്യം എന്ന് പറയും, ചിലത് ആത്യന്തിക സത്യം. സത്യം 3 വിധമുണ്ട്: വ്യാവഹാരികം, പ്രാതിഭാസികം, ആത്യന്തികം. ശ്രദ്ധിക്കണതൊക്കെ, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടു പോകും പലപ്പോഴും, എന്താണെന്ന് ആലോചിക്കില്ല. പരമസത്യം, ആത്യന്തിക സത്യം, പിന്നെ പ്രാതിഭാസിക സത്യം, വ്യാവഹാരിക സത്യം. സത്യം 3 വിധമുണ്ട്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാമാന്യ ഒരു അർത്ഥം, ഒരുപാട് അർത്ഥമുണ്ട്, പെട്ടെന്ന് പറയാവുന്ന ഒരു അർത്ഥം എന്താ വെച്ചാൽ, നമ്മളുടെ വാക്ക്, മനസ്സ്, പ്രവൃത്തി, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇത് 3ഉം ഒന്നായിരുന്നു കഴിഞ്ഞാൽ അതിനെ വ്യാവഹാരിക സത്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണോ ചിന്തിക്കുന്നത് അതേ പറയാവൂ, എന്ത് പറയുന്നു അതേ പ്രവർത്തിക്കാവൂ. വാങ്മേ മനസ്സിൽ പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിത. എൻ്റെ മനസ്സ് വാക്കിൽ ഉറയ്ക്കണം, വാക്ക് പ്രവൃത്തിയിൽ ഉറയ്ക്കണം. എന്ത് ചിന്തിക്കുന്നു അതേ പറയാവൂ, എന്ത് പറയുന്നു അതേ പ്രവർത്തിക്കാവൂ. ഇതിൽ അണുവിടെ വ്യത്യാസമില്ലാതെ വാക്കും മനസ്സും പ്രവൃത്തിയും ഒന്നായി കഴിഞ്ഞാൽ അത് വ്യാവഹാരിക സത്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സത്യവ്രതന്മാരെന്ന് പറയും. സത്യവ്രതന് വേറൊരു പേരിൽ നമ്മളൊക്കെ അറിയും. ആരാന്നറിയോ? സത്യവ്രതൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സത്യവ്രതന് വേറൊരാൾക്ക് പേരുണ്ട്. ആരാ? ഭീഷ്മർ സത്യവ്രതനാണ്. ധർമ്മപുത്രൻ സത്യവ്രതനാണ്. എന്ത് പറയുന്നോ അതേ പ്രവർത്തിക്കുള്ളൂ, എന്ത് പ്രവർത്തിക്കുന്നോ അതേ പറയുള്ളൂ. നമ്മളൊക്കെ അങ്ങനെയാണോ? ആണോ? നമ്മുടെ സത്യവ്രതൻ്റെ മുകളിൽ ഒരു ആന്ന് കൂടി ചേർക്കണം, അല്ലേ? ആ സത്യവ്രതന്മാരാണ്. പറയുന്ന ഒന്നാവും, പ്രവർത്തിക്കുന്ന വേറൊന്നാവും, ചിന്തിക്കുന്ന വേറൊന്നാവും. ഇത് 3 ഒന്നായി കഴിഞ്ഞാൽ അത് വ്യാവഹാരിക സത്യം എന്ന് പറയാം. പിന്നെ പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞാലോ, സ്വകാലേ സത്യവൽ ഭാതി, അനുഭവത്തിൽ സത്യമാണ്, പരിശോധിച്ച് നോക്കിയാൽ സത്യമല്ല. അങ്ങനെയുണ്ടോ? അനുഭവത്തിൽ സത്യമാണ്, പരിശോധിച്ച് നോക്കിയാൽ സത്യമല്ല. അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഈ മാല, ഒരു ചാത്തിയുള്ള മാല, ഈ മാല സത്യമാണോ? സത്യമാണ്, അല്ലേ? എന്നാൽ മാല കൊണ്ട് എടുത്തിട്ട് അതിൻ്റെ നൂലും പൂവും മാറ്റി വയ്ക്കുക, അപ്പോൾ മാല സത്യമാണോ? അപ്പോൾ മാലയാണോ സത്യം, നൂലാണോ സത്യം, പൂവാണോ സത്യം? കുഴപ്പമായി, അല്ലേ? ഇതാണ് കുഴപ്പം. ഇനി വേറൊന്നുണ്ട്, വേറൊരു ഉദാഹരണം പറയും. വസ്ത്രം, പടതന്തുവല്ലൊരു ഉദാഹരണം പറയും. വസ്ത്രവും നൂലും പോലെ. വസ്ത്രത്തിൽ നിന്ന് നൂലൊക്കെ മാറ്റുക, നൂലൊക്കെ എടുത്ത് മാറ്റിയാൽ പിന്നെ വസ്ത്രം ഉണ്ടോ? ഇപ്പോൾ വസ്ത്രമാണോ സത്യം, നൂലാണോ സത്യം? നൂലാണെന്ന് പറയും, അല്ലേ? ആ നൂലിനെ എന്തെങ്കിലും ഇടപിരിച്ച് നോക്കുക, ആ ചെറിയ നാരാവും. ഇപ്പോൾ നാരാണോ സത്യം, നൂലാണോ സത്യം? ഇപ്പോൾ കുഴപ്പമായി, നൂലാണ് സത്യം എന്ന് പറഞ്ഞു പോയില്ലേ? അപ്പോൾ നൂലാണോ നാരാണോ സത്യം? നാരാണ് സത്യം. ആ നാരിനെ ഒന്നും കൂടി പിരിച്ചാൽ പരമാണുക്കളായിട്ട് മാറും. ഇപ്പോൾ പരമാണുവാണോ സത്യം, നാരാണോ സത്യം, നൂലാണോ സത്യം, വസ്ത്രമാണോ സത്യം? ഇതൊക്കെ ഓരോ അവസ്ഥയിൽ കൂടിച്ചേരുമ്പോൾ വസ്ത്രമായിട്ട് തോന്നി, വേർപിരിഞ്ഞപ്പോൾ നൂലായിട്ട് തോന്നി, അല്ലേ? നൂലിനെ പിരിച്ചപ്പോൾ നാരുകളായിട്ട് തോന്നി. യഥാർത്ഥത്തിൽ വസ്ത്രം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ നമ്മളാരും ഇവിടെ ഇരിക്കില്ല. വസ്ത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. ഇല്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? വേർപിരിച്ച് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാം, കൂടിച്ചേരുമ്പോഴോ ഉണ്ട്. അതാണ് അന്വയാതിതരദശ. അന്വയം എന്ന് വെച്ചാൽ കൂടിച്ചേരുക, ഇതരെന്ന് വെച്ചാൽ വേർപെടുത്തുക.
അപ്പോൾ കൂടിച്ചേരുമ്പോൾ ഒന്നായിട്ട് തോന്നും, വേർപിരിയുമ്പോൾ ഇല്ലയെന്ന് തോന്നും. ഇപ്പോൾ മാലയും പൂവും പോലെ, അല്ല മാലയും വള്ളിയും പൂവും പോലെ. വള്ളിയും പൂവും മാറ്റിയ മാലയില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ മാലയില്ലേ? മാലയുണ്ട്. വസ്ത്രമുണ്ടോ? ഉണ്ടെന്ന് പറയണോ ഇല്ല എന്ന് പറയണോ? രണ്ടും പറയാം. ഇതാണ് യുക്തിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒന്നും സത്യമല്ല. ആണോ? ഈ പന്തലിവിടെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ തൂണും മുകളിലെ തുണിയൊക്കെ എടുത്തങ്ങോട്ട് മാറ്റുക. പന്തലുണ്ടോ? എന്നാൽ പന്തലില്ലേ? ഇതാണ് അപകടം പിടിച്ച സാധനമാണ് ഈ വ്യാവഹാരിക സത്യം, അല്ലേ? ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. അത് വ്യാവഹാരിക സത്യം. അപ്പോൾ ആദ്യം പറഞ്ഞത് വ്യാവഹാരിക സത്യം, രണ്ടാമത് പ്രാതിഭാസിക സത്യം. പ്രാതിഭാസികം വെച്ചാൽ ഉണ്ടെന്ന് തോന്നുന്നതെന്നർത്ഥം. ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് പ്രാതിഭാസികം. പ്രാതിഭാസിക സത്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും കേവലം പ്രാതിഭാസികമാണെന്നർത്ഥം. മൂന്നാമതാണ് ആത്യന്തികമായിട്ടുള്ള സത്യം. സത്യം പരം. ആത്യന്തിക സത്യം എന്ന് പറഞ്ഞാലോ ഒരിക്കലും മാറാതെ എല്ലായ്പ്പോഴും നിൽക്കുന്ന സത്യം ഏതേ ഉള്ളൂ? അത് അവൻ്റെ ബോധം മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം അറിയുന്ന ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രജ്ഞൻ മാത്രമാണ് സത്യം. ക്ഷേത്രം സത്യമല്ല. സത്യമല്ല എന്ന് പറഞ്ഞാലോ ഇല്ലാത്തതാണെന്നല്ല അർത്ഥം, അനുഭവത്തിൽ മാത്രം സത്യം. ഇപ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ മായ എന്നുള്ള വാക്കിന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നൊരർത്ഥമുണ്ട്, ഇല്ലാത്തതിനൊരർത്ഥമുണ്ട്. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിന് അർത്ഥമേ ഇല്ല. മായ എന്ന് പറഞ്ഞാൽ സ്വകാലേ സത്യവൽഭാതി, അനുഭവത്തിൽ സത്യമാണെന്ന് തോന്നും, പരിശോധിച്ചാൽ സത്യമല്ല എന്ന് മനസ്സിലാവും. പ്രപഞ്ചത്തിൽ ഏത് വിഷയമാണ് സത്യം എന്ന് ചോദിച്ചാലോ ഇതൊന്നും സത്യമല്ല. എന്തിനെ പരിശോധിച്ചാലും അതൊക്കെ ഇപ്പോൾ നമുക്കുണ്ടെന്ന് തോന്നും, ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാളെ ഉണ്ടാവുകയുമില്ല. ഉറപ്പല്ല ആ കാര്യം. നമ്മുടെ ശരീരം ഒരു 100 കൊല്ലം മുമ്പ് ശരീരം ഉണ്ടായിരുന്നോ? ഇല്ല. 100 കൊല്ലം കഴിഞ്ഞ ശരീരം ഉണ്ടാവുമോ? അപ്പോൾ ശരീരം നമുക്ക് അനുഭവത്തിലില്ലേ? ശരീരമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ആഹാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരീരം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ ശരീരം ഉണ്ടെന്ന് പറഞ്ഞാലോ അതും ശരിയല്ല, ആണോ? അപ്പോൾ വ്യാവഹാരികമായ സകല വിഷയങ്ങളും കേവലം അനുഭവകാലത്തിൽ മാത്രം സത്യമാണ്, അനുഭവം കഴിഞ്ഞാൽ സത്യമല്ല. എന്നാൽ അനുഭവിക്കുന്ന ആളോ? അനുഭവിക്കുന്ന ആൾ സത്യവുമാണ്. അപ്പോൾ പരമമായ സത്യം എന്ന് പറഞ്ഞാൽ ഏതാ? അനുഭവ വിഷയങ്ങളല്ല. ക്ഷേത്രമല്ല സത്യം, ക്ഷേത്രജ്ഞനാണ് സത്യം. ആ പരമമായ സത്യമാണ് ഭാഗവതത്തിൻ്റെ വിഷയം, വേറൊന്നുമല്ല. അതാണ് അവസാനം 12ാമത്തെ സ്കന്ധത്തിൽ 5ാമത്തെ അധ്യായത്തിൽ അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം, അവിടെയല്ലേ കൊണ്ടെത്തുക, അല്ലേ? ആ പരമസത്യത്തിലേക്കാണ് ഈ ഭാഗവതം നമ്മളെ നയിക്കുക എന്നർത്ഥം. ആ ഒരു വിഷയമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. എന്താണ് ഭാഗവതത്തിൻ്റെ വിഷയം? ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം ശാസ്ത്രമാണെന്ന് പറഞ്ഞല്ലോ. ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. 4 കാര്യങ്ങൾ ആദ്യം തന്നെ പറയണമെന്നാണ്, അപ്പോഴേ ശാസ്ത്രമാവുള്ളൂ. എന്തെങ്കിലും പറഞ്ഞാൽ ശാസ്ത്രമാവില്ല. ശാസ്ത്രത്തിന് ചില നിർവചനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവസാനം ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ചില സൂത്രം ഉണ്ടല്ലോ. ഒക്കെ പറഞ്ഞു, പക്ഷേ എന്ത് ചില ആളുടെ ചില പ്രഭാഷണമൊക്കെ ഇവിടെ പറയില്ലേ, പ്രഭാഷണമൊക്കെ കേമായി, ഗംഭീരമായി പ്രഭാഷണം, പക്ഷേ എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലേ, അതുകൊണ്ട് കേമായി എന്നാണ്. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് കേമായി, അങ്ങനെയല്ല. ക്ലാരിറ്റി വേണം. ശാസ്ത്രത്തിന് എപ്പോഴും ക്ലാരിറ്റി വേണം, അപ്പോഴേ ശാസ്ത്രമാവുള്ളൂ. ആ ഭാഗവതം ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ ചില നിയമങ്ങൾ വേണം. അതിനൊന്നാണ് അനുബന്ധ ചതുഷ്ടയം. വേറെ ഒരുപാട് നിയമമുണ്ട്. ഒന്നാമത്തേതാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയും. 4 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞിരിക്കണമെന്നാണ്, എന്നാലേ ശാസ്ത്രമാവുള്ളൂ. അല്ലാതെ എല്ലാം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രമല്ല. ചില അതൊക്കെയാണല്ലോ, കുറേ കാര്യങ്ങൾ പറയും, അവസാനം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് മാത്രം അറിയുകയില്ല, വിഷയം ഉണ്ടാവില്ല, മറ്റെല്ലാം പറയും, പറയണ കാര്യം മാത്രം പറയുകയില്ല. അങ്ങനെയല്ലേ പ്രഭാഷണം ഉണ്ട്, അതുപോലെ ഇവിടെ അങ്ങനെയല്ല. വിഷയം ആദ്യം തന്നെ, ഒരു ശാസ്ത്രം തുടങ്ങുമ്പോൾ 4 കാര്യങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് പറയണം. അതിലൊന്ന് വിഷയം, 2 സംബന്ധം, 3ാമത് അധികാരി, 4ാമത് പ്രയോജനം. വിഷയം, സംബന്ധം, അധികാരി, പ്രയോജനം, ഈ 4 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞാലേ ശാസ്ത്രമാവുള്ളൂ. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗ്രന്ഥത്തിൽ പറയാൻ പോണ വിഷയം, എന്തിനെക്കുറിച്ചാണ് പറയാൻ പോണത്. എല്ലാം പറഞ്ഞിട്ട് അവസാനം കാര്യം മനസ്സിലായില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? ആരോ പറഞ്ഞ മാതിരി കല്യാണമൊക്കെ കേമായി, അവസാനം നോക്കുമ്പോഴാണ് താലി കെട്ടാൻ മറന്നു പോയിരുന്നത്, കല്യാണം കേമായില്ലേ? അപ്പോൾ അങ്ങനെ പറ്റില്ല. ശാസ്ത്രം പറയുമ്പോൾ ഏതാണ് ഈ ശാസ്ത്രത്തിൽ പറയാനുള്ള വിഷയം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ പറയണം. എന്താണ് വിഷയം? സത്യം പരം ധീമഹി, ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷയം, വേറൊന്നുമല്ല. മറ്റതൊക്കെ നമ്മൾ ഈ സത്യത്തിലേക്ക് ആകർഷിക്കുന്ന വഴികളാണ്. ഈ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വഴികളാണ് മറ്റു കഥകളും
മറ്റ് ഉപകഥകളും പുരാണങ്ങളും മറ്റെല്ലാ വിഷയങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഉപാധികൾ മാത്രമാണ്. ഉപാധികളിൽ ഭ്രമിച്ചു പോയി കഴിഞ്ഞാൽ സത്യം അറിയില്ല, ലക്ഷ്യത്തില്ല. ആദ്യം തന്നെ വിഷയം പറഞ്ഞു, സത്യം പരം ധീമഹിയാണ് വിഷയം. രണ്ടാമത്തെ ശ്ലോകത്തിലോ, അപ്പോൾ ഈ ആദ്യത്തെ ഒരു ശ്ലോകം ആരാ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പറയണില്ല. വേദവ്യാസൻ പറഞ്ഞു എന്നോട് പറയുന്നുണ്ട്. വ്യാസവാച എന്ന് പറയുന്നില്ല, പക്ഷെ വ്യാസനല്ലാതെ വേറെ ആരോട് പറയാനില്ലല്ലോ. വേദവ്യാസൻ തന്നെ താൻ എഴുതി വെച്ചിട്ട് ഞാൻ എഴുതി, പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയാണ്. ഗ്രന്ഥങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ എഴുതിയയാളുടെ പേര് പറയില്ല. ഇപ്പം അങ്ങനെയല്ല, എഴുതിയയാളുടെ പേര് ആദ്യം പറയും. എൻ്റെ പേര് ആദ്യം കേൾക്കണമല്ലോ, ശാസ്ത്രം അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പണ്ടൊക്കെ പുരാണകർത്താക്കന്മാരുടെ പേരൊന്നും അധികം കാണില്ല. അപ്പോൾ വേദവ്യാസൻ താൻ എഴുതിയ ശ്ലോകം താൻ എഴുതിയെന്ന് പറയുന്നില്ല അവിടെ. ശരിക്കത് വേദവ്യാസൻ്റെ സ്വന്തം ശ്ലോകമാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ശ്ലോകം മാഹാത്മ്യത്തിൽ വരുന്ന ശ്ലോകമാണ്. ധർമ്മ പ്രോജ്ജിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യത എത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണാൽ. അവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ധർമ്മം എന്ന് പറഞ്ഞു, ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പറഞ്ഞു, രണ്ടാമത്തെ ശ്ലോകത്തിൽ ധർമ്മം പറഞ്ഞു. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രഹ്മചാരി വേദാധ്യയനം കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഗുരു ഉപദേശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൽ ന പ്രമദിതവ്യം. സത്യമേ പറയാവൂ, ധർമ്മമേ അനുഷ്ഠിക്കാവൂ, സ്വാധ്യായം മുടക്കരുത്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ സത്യം വദ ധർമ്മം ചര. ഈ ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പറഞ്ഞു, രണ്ടാമത്തേലോ ധർമ്മം പറഞ്ഞു. സത്യം വദ ധർമ്മം ചര. സ്വാധ്യായമാണ് മൂന്നാമത്തെ ശ്ലോകം, നിഗമകൽപ്പതോർഗളിതം ഫലം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിലോ ധർമ്മ പ്രോജ്ജിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാം എന്നാണ് തുടക്കം. അപ്പോൾ ആദ്യം വിഷയം എന്താണെന്ന് പറയണം, രണ്ടാമതോ ആ വിഷയവും നമ്മളുടെ ബന്ധം എന്താണെന്ന് പറയണം. ഒരു ബന്ധമില്ലാത്ത വിഷയം നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു ബന്ധമില്ലാത്ത കാര്യം നമ്മൾ പഠിക്കുമോ? അപ്പോൾ അടുക്കളയിൽ അരിയും കൂട്ടാനും വയ്ക്കുന്നൊരു വീട്ടമ്മയോട് വിമാനശാസ്ത്രം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാലോ വേണോ? അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വിഷയം പഠിച്ചാൽ നമ്മുടെ സമയം കളയൽ മാത്രമാണ്. അപ്പോൾ ആവശ്യമുള്ള വിഷയം പഠിക്കാവും. സാധാരണ മനുഷ്യർക്ക് ഈ പരമസത്യത്തിനെ അറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? അത് ആ പരമസത്യവും നമ്മളുമായിട്ട് എന്താ സംബന്ധം ഇല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? സംബന്ധം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കലാണ്. അതുകൊണ്ടാണ് അത് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. സത്യത്തിനെ അറിയലല്ല, അറിയലും അനുഭവിക്കലും എന്നൊരു വ്യത്യാസമുണ്ട്. അറിയാൻ കുറച്ച് ബുദ്ധിയുള്ളവർക്കൊക്കെ ഇത് അറിയാൻ പറ്റും, ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവും. പക്ഷെ അനുഭവിക്കുന്നവർ എത്ര പേരുണ്ടാവും അല്ലേ? പഞ്ചസാര എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും പഞ്ചസാര കഴിച്ചാൽ തന്നെ അനുഭവം ഉണ്ടാവുള്ളൂ അല്ലേ? പഞ്ചസാര എന്ന് എത്ര കേട്ടാലും മധുരം ഉണ്ടാവുമോ? കുട്ടികളെയും പൊസിഷൻ എഴുതുന്നമാതിരി 1000 പ്രാവശ്യം പഞ്ചസാര എന്ന് എഴുതുക, എന്നിട്ടൊന്ന് നക്കി നോക്കുക, കുറച്ച് മധുരം ഉണ്ടാവും അല്ലേ? ഉണ്ടാവുമോ? പഞ്ചസാരയുടെ മധുരം അറിയണമെങ്കിൽ ഒരു തിരി വായിലിടുക തന്നെ വേണം. എന്ന പോലെ അനുഭവം വരണം. അനുഭവം വന്നാലേ അറിവിന് പ്രയോജനമുള്ളൂ. അനുഭവമില്ലാത്ത അറിവും അറിവില്ലാത്ത അനുഭവവും രണ്ടും ശരിയല്ല. അനുഭവമില്ലാത്ത അറിവ് അത് വെറും എന്താ പറയുക, വാചകടി എന്ന് പറയല്ലേ, വാചകടി മാത്രമാണ് അത്. അപ്പോൾ അറിവും അനുഭവവും തമ്മിൽ ബന്ധം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ പരമസത്യത്തിനെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. അറിയണതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസാണ്, ഒരു ബൗദ്ധികമായ വ്യായാമമാണ് അറിവ്. അതിന് അവസാനമില്ല. അതിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും, എത്ര വേണമെങ്കിൽ അറിയാം, അതെവിടെ എത്തില്ല. ഈ അറിവിനൊരു അവസാനം വേണ്ടേ? അറിവിൻ്റെ അവസാനം എവിടെയാണ്? ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ വെറുതെ ഇങ്ങനെ കേട്ടാൽ പോരാ, നിങ്ങളുടെ മനസ്സൊന്ന് പ്രവർത്തിക്കട്ടെ. അറിവ് എവിടെ അവസാനിക്കുക? എവിടെയാ? അനുഭവത്തിലാണ് അവസാനിക്കുക. അനുഭവം വന്നാൽ പിന്നെ അറിവിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? അനുഭവം വന്നാൾക്ക് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. ശ്രീരാമകൃഷ്ണ ഒരു ഉദാഹരണം പറയും. അദ്ദേഹത്തിൻ്റെ ഉദാഹരണമൊക്കെ കുറച്ച് പ്രാകൃതമായിട്ട് നമുക്ക് തോന്നും. ഒരു പാത്രം മദ്യം കൊണ്ട് എനിക്ക് ലഹരി പിടിക്കുമെങ്കിൽ ഈ മദ്യശാലയിൽ എത്ര മദ്യം ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കോപ്പ, അദ്ദേഹത്തിൻ്റെ ഭാഷ അങ്ങനെയാണ്, ഒരു കോപ്പ കള്ള് കൊണ്ട് എനിക്ക് ലഹരി പിടിക്കുമെങ്കിൽ ഈ കടയിൽ എത്ര കള്ളുണ്ടെന്ന് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആവശ്യം എനിക്ക് അനുഭവം വരില്ലല്ലേ?
നമ്മളങ്ങനെയല്ലല്ലോ. നമ്മുടെ അനുഭവത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ അന്വേഷിക്കലാണ്. അപ്പോൾ ഇവിടെ അനുഭവം വരലാണ് ധീമഹി. അത് വേറെ അറിയലല്ല. ആ അനുഭവം വരണമെങ്കിൽ എന്ത് വേണം? ആ അനുഭവം വരലാണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം. അതാണ് മനുഷ്യൻ്റെ പരമമായിട്ടുള്ള ധർമ്മം. അവിടെയുണ്ട് ധർമ്മ പ്രോജ്ജിത കൈതവം. ഈ പ്രോജ്ജിത കൈതവം ഉജ്ജിത കൈതവം എന്നല്ല, പ്രോജ്ജിത കൗതവം എന്നാണ് പറഞ്ഞത്. അവർ പ്രാണം കൂടി ചേർത്തോടെ. എന്താണെന്ന് വെച്ചാൽ അതിനെ ശ്രീധരസ്വാമികൾ വ്യാഖ്യാനിക്കുമ്പോൾ കൈതവം എന്നുള്ള വാക്കിന് എന്തെങ്കിലും സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്ന ധർമ്മമല്ല എന്നർത്ഥം. സ്വാർത്ഥതയോട് ചെയ്യുന്ന ധർമ്മമൊക്കെ കൈതവ ധർമ്മങ്ങളാണ്. എനിക്ക് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി ധർമ്മം അനുഷ്ഠിക്കുക. പല ധർമ്മങ്ങളും അങ്ങനെയാണല്ലോ. കാര്യസാധ്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതൊക്കെ കൈതവമുള്ള ധർമ്മങ്ങളാണ്. കാര്യസാധ്യത്തിന് വേണ്ടി അല്ലാതെ ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് പ്രോജ്ജിത കൈതവമായിട്ടുള്ള ധർമ്മമാണ്. ആ വാക്കിന് വളരെ അർത്ഥമുണ്ട്. ഉജ്ജിത കൈതവം എന്നല്ല, പ്രോജ്ജിത കൈതവം എന്നാണ് പ്രത്യേകം പറഞ്ഞു. അതായത് സ്വാർത്ഥതയില്ലാതെ ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരു ധർമ്മം അനുഷ്ഠിച്ചാൽ അതാണ് നിർമ്മലമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ധർമ്മം. കൈതവമില്ലാത്ത ധർമ്മം. കൈതവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? കൈതവം എന്ന് പറഞ്ഞാൽ കളവെന്നർത്ഥം, കാപട്യം. കാപട്യമില്ലാത്ത ധർമ്മം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്ന ധർമ്മമാണ്. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, പരമധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കലാണ്. ഇത് തമ്മിൽ ബന്ധം അതാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. രണ്ടാമത്തേൽ ഈ സത്യത്തിനെ സാക്ഷാത്കരിക്കാൻ ഏത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്? അതാണ് പ്രോജ്ജിത കൈതവമായിട്ടുള്ള ധർമ്മം. മറ്റെന്ത് ധർമ്മം ചെയ്താലും അതൊക്കെ കൈതവമുള്ള ധർമ്മങ്ങളാണ്. സാധാരണ മനുഷ്യരൊക്കെ പേര് കിട്ടാൻ വേണ്ടി ധർമ്മം ചെയ്യും, പ്രശസ്തി കിട്ടാൻ വേണ്ടി ധർമ്മം ചെയ്യും, സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ധർമ്മം ചെയ്യില്ലേ? കാമിനീ കാഞ്ചനങ്ങൾ ശ്രീരാമകൃഷ്ണദേവൻ പറയില്ലേ? കാമിനീ കാഞ്ചനം. അതൊക്കെ കൈതവുള്ള ധർമ്മങ്ങളാണ്. നേരെ മറിച്ച് ഈ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രോജ്ജിത കൈതവമായിട്ടുള്ള ധർമ്മം. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യം നമ്മളെ കാണിച്ചു തരണം. എന്താണ് പരമധർമ്മം നമ്മളെ പഠിപ്പിക്കണില്ലേ? ഇല്ലേ? മനുഷ്യജന്മത്തിൻ്റെ പരമധർമ്മം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമായതുകൊണ്ട് ആ ശാസ്ത്രം ഭാഗവത ശാസ്ത്രം, പ്രോജ്ജിത കൈതവമായിട്ടുള്ള ധർമ്മം. അതാണ് നമ്മളും ഭാഗവതമായിട്ടുള്ള ബന്ധം. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധർമ്മം പല വിധത്തിൽ. നമ്മളിപ്പോൾ ഈ 2 ശ്ലോകത്തിൽ നിൽക്കുകയുള്ളൂ, അപ്പുറത്തേക്ക് പോയില്ല. അപ്പോൾ ധർമ്മം പല വിധമുണ്ട്. ധർമ്മം ആപേക്ഷികമാണ്. ഒരാളുടെ ധർമ്മം വേറൊരാളുടെ ധർമ്മമല്ല. എൻ്റെ ധർമ്മം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുടെ ധർമ്മവും അവിടെ ഇരിക്കുന്ന ആളുടെ ധർമ്മം തമ്മിൽ വ്യത്യാസമില്ലേ? ഇല്ലേ? അവിടെ ഇരിക്കുന്ന ആളുടെ ധർമ്മം എന്താ? ഇപ്പോൾ ഞാൻ അവിടെ ഇരുന്നാലോ? അപ്പോൾ എൻ്റെ ധർമ്മം മാറി. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ശ്രോതാവാണ്, ഇവിടെ ഇരിക്കുമ്പോൾ വക്താവാണ്. അപ്പോൾ ധർമ്മം കമ്പാരിറ്റീവ് അല്ലേ? ഒരാളുടെ ധർമ്മം വേറൊരാളുടെ ധർമ്മം അല്ലല്ലോ. ഒരു അധ്യാപകൻ്റെ ധർമ്മമാണോ വിദ്യാർത്ഥിയുടെ ധർമ്മം? അല്ല. അപ്പോൾ ആ ധർമ്മത്തിന് വ്യത്യാസം വരും. ഒരു സ്ഥലത്ത് ചെയ്യുന്ന ധർമ്മം വേറെ സ്ഥലത്ത് അധർമ്മാവും. ഒരു സ്ഥലത്ത് ധർമ്മമായത് കാര്യം വേറെ സ്ഥലത്ത് അധർമ്മാവില്ലേ? ഒരു ഉദാഹരണം പറയാം. ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ യുദ്ധം ചെയ്ത് 10 ശത്രുക്കളെ കൊന്നു. 10 ശത്രുക്കളെ കൊന്നവർക്ക് ഇവിടെ വരുമ്പോൾ വീരാക്രം കിട്ടും. അതേ പട്ടാളക്കാരൻ നാട്ടിൽ വന്നിട്ട് ഒരാളെ കൊന്നാലോ? അപ്പോൾ വീരാക്രം കിട്ടും അല്ലേ? അപ്പോൾ കൊല്ലലാണോ കൊല്ലാതിരിക്കലാണോ ധർമ്മം? എന്ത് പറയും? അവിടെ ധർമ്മമാണ്, ഇവിടെ അധർമ്മമാണ്. അപ്പോൾ അതുപോലെ ധർമ്മത്തിന് മാറ്റം വരും. ഒരു സ്ത്രീയുടെ ധർമ്മം ഒരു ഭർത്താവിൻ്റെ ധർമ്മമല്ല ഭാര്യയുടെ ധർമ്മം, ഭാര്യയുടെ ധർമ്മമല്ല ഭർത്താവിൻ്റെ ധർമ്മം അല്ലേ? മറ്റു ധർമ്മങ്ങളൊക്കെ മാറും. പക്ഷെ മാറാത്തതായൊരു ധർമ്മമുണ്ട്. അതേതാ? സത്യം പരം ധീമഹി. ആ പരമസത്യത്തിനെ സാക്ഷാത്കരിക്കുക, എൻ്റെ സ്വരൂപത്തിനെ അറിയുക. നേരത്തെ പറഞ്ഞില്ലേ, മാറാത്തതായത് എന്താണോ അതിനെ അറിയുക. അപ്പോൾ അതാണ് ആ ഭാഗവതവും നമ്മളെ ബന്ധം, സംബന്ധം, വിഷയം സംബന്ധം. മൂന്നാമത് അധികാരി. ആരാണ് ഭാഗവതം പഠിക്കാൻ അധികാരി? ഹു ഈസ് ക്വാളിഫൈഡ്? അതെന്താണെന്ന് വെച്ചാൽ ഭാഗവത ശാസ്ത്രമാണെന്ന് പറഞ്ഞല്ലോ. ഒരു ശാസ്ത്രം പഠിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത വേണം. പലപ്പോഴും നമുക്കൊക്കെ വരുന്ന കുഴപ്പം അതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത ഇല്ലാത്ത ആൾ ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കില്ല, ഉറക്കില്ല അത്. അപ്പോൾ ആദ്യം ഒരു പ്രാഥമികമായിട്ടുള്ള യോഗ്യത. ഉദാഹരണത്തിന് ഒരാളിപ്പോൾ മെഡിക്കൽ കോളേജ് ചേരണമെന്ന് വിചാരിക്കുക. മെഡിക്കൽ കോളേജ് ചേരണമെങ്കിൽ ഒരു എൻട്രൻസ് എഴുതണ്ടേ? അല്ലേ? ഇപ്പോൾ നഴ്സറിയൊക്കെ ചേർക്കണമെങ്കിൽ കൂടി എൻട്രൻസ് എഴുതിക്കുക അല്ലേ? നഴ്സറിയും കൂടി എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഏത് വിഷയം പഠിക്കണമെങ്കിലും ഒരു പ്രാഥമികമായിട്ടുള്ള നമുക്കൊരു ബേസിക് നോളജ് എന്ന് പറയില്ലേ, ഉണ്ട്. ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി വേണം. അല്ലാത്തൊരു പഠിച്ചിട്ട് കാര്യമില്ല. അതാണ് പലപ്പോഴും ഈ സപ്താഹമൊക്കെ നടക്കുമ്പോൾ
അനേകം ആളുകൾ വരും. പല ആളിലും വന്നൊന്ന് ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പോകും. കണ്ടിട്ടുണ്ടോ? അടിസ്ഥാനപരമായിട്ട് അത് ഉൾക്കൊള്ളാനുള്ള കഴുത്തില്ല. അതായത് മനസ്സിന് പാകത വന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എന്തുപോലെ വെച്ചാൽ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് തീക്കല്ല് കൊണ്ടിടണം. ഒരു കടലാസ് കഷ്ണത്തിൽ തീക്കല്ല് എടുത്തുകൊണ്ടെന്നാലോ ഉറപ്പുള്ള പാത്രത്തിൽ തീ എടുക്കാൻ പറ്റുള്ളൂ. എന്ന പോലെ ഈ പറയുന്ന വിഷയങ്ങൾ അറിയണമെങ്കിൽ ആ കേൾക്കുന്ന ആൾക്ക് ഒരു യോഗ്യത വേണം. എന്താ യോഗ്യത? നിർമ്മത്സരാണാം സദാം. ഇതാണ് അധികാരി ഭാവം. അധികാരി എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്നർത്ഥം. ആരാണ് അധികാരി? നിർമ്മത്സരാണാം സദാം. നിർമ്മത്സരാണെന്ന് പറഞ്ഞാൽ മത്സരബുദ്ധി ഇല്ലാത്ത ആളുകളെന്നർത്ഥം. മത്സരബുദ്ധി എപ്പോഴാണ് വരിക? രജോ ഗുണത്തിൽ നിന്നാണ് മത്സരബുദ്ധി വരിക. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. രജോ ഗുണം എവിടെയുണ്ടോ അവിടെ മത്സരബുദ്ധി വരും. രജോ ഗുണമാണ് മത്സരത്തിന് കാരണം. എന്ത് കാര്യം ഇന്നിപ്പോൾ അതാണല്ലോ. ഇന്നിപ്പോൾ ഭാരതത്തിലും ലോകത്തിൽ എവിടെ നോക്കിയാലും എല്ലാത്തിലും മത്സരബുദ്ധിയാണ്. എന്താ കാരണം വെച്ചാൽ രജോ ഗുണം കൂടുതലാണ്. ഗീതാപാരായണ മത്സരം അല്ലേ? അവിടെ മത്സരമാണ്. നാരായണീയ പാരായണ മത്സരം. മത്സരം ഇല്ലാതാക്കാനാണ് ഇതൊക്കെ. പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ മത്സരമാണ് അല്ലേ? കാരണം രജോ ഗുണം കൂടുതലാകുമ്പോൾ മത്സരബുദ്ധി വരും. രജോ ഗുണം പോകണം. നിർമ്മത്സരാണ്. രജോ ഗുണം പോയാൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? സദാം. സത്വഗുണം ഉണ്ടാവുകയും വേണം. അതും ശ്രദ്ധിക്കണം. ഇത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരിൽ സ്വതേ പറഞ്ഞ രജോ ഗുണമാണ് കൂടുതൽ. അത് സൃഷ്ടി പറയുമ്പോൾ ഭാഗവതം തന്നെ പറയല്ലോ, രജോധിക കർമ്മപര. രജോധിക കർമ്മപര. മനുഷ്യ സൃഷ്ടിയിൽ രജോ ഗുണം കൂടുതലാണ്. അതുകൊണ്ട് മനുഷ്യനെപ്പോഴും കർമ്മപരന്മാരാണ്. അടങ്ങിയിരിക്കാൻ വയ്യ, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഈ രജോ ഗുണം അടങ്ങണം, എന്നാലേ ഭാഗവതം കേൾക്കാൻ പറ്റൂ. അപ്പോൾ ഒരാൾ ഉദ്യോഗമൊക്കെ ഒരു 7 ദിവസം ലീവ് എടുത്ത് ഭാഗവതം കേൾക്കാൻ വേണ്ടി രജോ ഗുണമൊക്കെ അടക്കി ഇവിടെ വന്നിരുന്നെന്ന് വിചാരിക്കുക. ഇവിടെ വന്നിരുന്നാൽ അടുത്ത് വരുന്ന ഗുണം ഏതാ? തമോ ഗുണം അല്ലേ? അടങ്ങിയിരുന്നാൽ അപ്പോൾ ഉറക്കം വരും. നമുക്കുള്ള കുഴപ്പം, നമ്മളുടെ മനസ്സിന് 2 ജോലി അറിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഓടി നടക്കണം, അല്ലെങ്കിൽ ഉറങ്ങണം. ഓട്ടം നിർത്തിയാൽ അപ്പോൾ ഉറക്കം വരും. നമുക്കൊക്കെ അതല്ല, ഇവിടെ ഇരിക്കുമ്പോൾ ഉറക്കം വരാൻ കാരണം എന്താണെന്നറിയോ? ഓട്ടം നിന്ന് ഉറക്കം വരും. അപ്പോൾ രജോ ഗുണം പോയാൽ മാത്രം പോരാ, തമോ ഗുണം വരരുത്. പകരം എന്ത് വരണം? സത്വഗുണം വരണം. അപ്പോൾ സത്വഗുണ പ്രധാനികൾക്ക് ഭാഗവതം കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് ഭാഗവതത്തിൻ്റെ അധികാരി ഭാവം. അപ്പോൾ വിഷയം എന്താണെന്ന് പറഞ്ഞു. വിഷയം എന്താ? ഒന്നും കൂടി ഓർമ്മിക്കുക. വിഷയം എന്ന് പറഞ്ഞാൽ സത്യം പരധീമയാണ് വിഷയം. സംബന്ധം എന്താ? മനുഷ്യജന്മത്തിൻ്റെ പരമധർമ്മം നമ്മളെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് ഭാഗവതം. അതാണ് നമ്മളായിട്ട് സംബന്ധം. അധികാരി ആരാന്ന് വെച്ചാൽ ആരാ? ഇപ്പോൾ പറഞ്ഞോളൂ. ആരാ? മത്സരബുദ്ധി ഇല്ലാത്തവർ, സത്വഗുണ പ്രധാനികൾ. 3ആയില്ലേ? 4മത്തെ എന്താണെന്നറിയോ? പ്രയോജനം. വിഷയം നിങ്ങൾ വേണമെങ്കിൽ കുറിച്ച് വെച്ചോളൂ. ഇതൊക്കെ ആവശ്യം വരും അല്ലേ? വിഷയം, സംബന്ധം, അധികാരി, പ്രയോജനം. പ്രയോജനം എന്താ? ഭാഗവതം കേട്ടാൽ എന്താ പ്രയോജനം? എന്താ? താപത്രയ ഉന്മൂലനം. താപത്രയ ഉന്മൂലനം. ഉന്മൂലനം എന്ന് പറഞ്ഞാലോ? മൂലം എന്ന് പറഞ്ഞാൽ വേര്. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേര് പറിച്ച് കളയുക. പിന്നെ ഒരിക്കലും വരില്ല എന്നർത്ഥം. ഏത്? താപത്രയങ്ങൾ ഒരിക്കലും വരില്ല. താപത്രയം. ത്രയം എന്ന് വെച്ചാൽ 3. താപം എന്ന് വെച്ചാൽ ദുഃഖം. താപം എന്നുള്ള വാക്കിന് ചൂടെന്നും അർത്ഥമുണ്ട്, രോഗം എന്നൊക്കെ അർത്ഥമുണ്ട്. ദുഃഖങ്ങൾ 3 തരം ദുഃഖങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാവുക. അതൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആശയം മാത്രം പറയുകയാണ്. നമുക്കൊക്കെ 3 തരം ദുഃഖങ്ങളാണ് ഉണ്ടാവുക. അതിലൊന്ന് ആദിഭൗതികം, 2 ആദിദൈവികം, 3 ആധ്യാത്മികം. ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. ആദിഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളൊക്കെ, വിശപ്പ്, ദാഹം, വാർദ്ധക്യം, ജരാനരകൾ അല്ലേ? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ദുഃഖങ്ങളൊക്കെയാണ് ആദിഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളെന്ന് പറയാം. ആദിദൈവികം എന്ന് പറഞ്ഞാലോ പുറമേ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ, നമ്മൾ വിചാരിക്കാതെ പുറമേ നിന്ന് സംഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ആദിദൈവികമാണ്. ഇടിവെട്ട്, പാമ്പ് കടിക്കുക, വണ്ടി മുട്ടുക, വെള്ളപ്പൊക്കം ഉണ്ടാവുക, കൊടുങ്കാറ്റ്, ഇടിവെട്ട് കൊള്ളുക, ഇതൊക്കെ ആദിദൈവികങ്ങളാണ്. നമ്മുടെ കൺട്രോളിലല്ല. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? വെള്ളപ്പൊക്കത്തിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇടിവെട്ടിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ സംഭവിക്കുന്നതൊക്കെയാണ് ആദി ദൈവികം. 3മത് ആധ്യാത്മികം. മനസ്സിനുണ്ടാകുന്ന ദുഃഖങ്ങൾ, മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ആധ്യാത്മികം. അങ്ങനെ 3 തരം ദുഃഖങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാവുക. നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും 3 പേജിൽ എഴുതി വയ്ക്കാം അല്ലേ? ഒന്നിൽ ആദിദൈവികം, അല്ലെങ്കിൽ ആധ്യാത്മികം, അല്ലെങ്കിൽ ആദിഭൗതികം. ഈ 3 തരം ദുഃഖങ്ങളും
ഉന്മൂലനം ചെയ്യുന്ന അർത്ഥം, പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ 4 കാര്യങ്ങളായില്ലേ? എന്തൊക്കെയാ? വിഷയം എന്താന്ന് പറഞ്ഞു, സംബന്ധം എന്താന്ന് പറഞ്ഞു, അധികാരി ആരാന്ന് പറഞ്ഞു, പ്രയോജനം എന്താന്ന് പറഞ്ഞു. 4ആയില്ലേ? ഇനി ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ച് നോക്കുക. വിഷയം എന്താ? സത്യം പരം ധീമഹി. പിന്നെ രണ്ടാമത്തെ സംബന്ധം എന്താ? ധർമ്മ പ്രോചിത കൈതവം, കളവില്ലാത്ത ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമത് ആരാ അധികാരി? നിർമ്മത്സരാണാം സദാം അധികാരി. 4ആമത് പ്രയോജനം. പ്രയോജനം എന്താ? താപത്രയ ഉന്മൂലനം. പഠിച്ചോ? 4 കാര്യങ്ങൾ: വിഷയം, സംബന്ധം, അധികാരി, പ്രയോജനം. അങ്ങനെ 2ാമത്തെ ശ്ലോകം. പിന്നെ 3ാമത്തെ ശ്ലോകത്തിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, അവിടെ ചോദ്യം എന്താ വെച്ചാൽ, ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ എന്ന് പറഞ്ഞു. ഇതിന് ഭാഗവതം തന്നെ പഠിക്കണോ? വേറെ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചാൽ പോരെ? വേറെ എത്രയോ ശാസ്ത്രങ്ങളുണ്ട്. ഗീതയുണ്ട്, രാമായണമുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, എന്തെല്ലാം ശാസ്ത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഭാഗവതം തന്നെ പഠിക്കണം എന്ന് പറയാൻ കാരണം? ഞങ്ങൾക്ക് ചോദ്യം വരില്ലേ? ഭാഗവതം അല്ലാതെ വേറെ ഏതെങ്കിലും എന്താ പഠിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ അത് പോരാ. ഭാഗവതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അതാണ് 3ാമത്തെ ശ്ലോകം. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നിഗമ കൽപ്പതരോർഗളിതം ഫലം. നിഗമം എന്ന് വെച്ചാൽ വേദം. വേദമാകുന്ന വൃക്ഷത്തിൽ നിന്ന് പഴുത്ത് വീണ പഴമാണ് ഭാഗവതം എന്നർത്ഥം. അതായത് ഒരു വൃക്ഷത്തിൻ്റെ ഏത് ഭാഗമാണ് നമുക്ക് ഉപയോഗപ്പെടുക? ഒരു മരത്തിന് കൊമ്പുണ്ടാവും, വേരുണ്ടാവും, ഇലയുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏതാ പ്രയോജനപ്പെടുക? ഒരു പ്ലാവുമ്മൽ ചക്ക ഉണ്ടാവും, ഇലയുണ്ടാവും, തടിയുണ്ടാവും, കമ്പുണ്ടാവും, മാവുമ്മലുണ്ടാവും. മാവിൻ്റെ തടിയാണോ ഇലയാണോ മാങ്ങയാണോ നമുക്ക് ഉപകാരപ്പെടുക? അല്ലേ? മാവിൻ്റെ തടി വേണ്ടാന്നും പറയേണ്ട ആവശ്യം വരും. എന്നാലും സാധാരണ അതിൻ്റെ ഇലയും കൊമ്പൊന്നല്ല, അതിൻ്റെ പഴമാണോ? പ്ലാവാണെങ്കിലോ? അല്ല. അപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമാണ്. അതിൻ്റെ ഫലമാണ് നമുക്ക് ഉപകാരപ്പെടുക. അപ്പോൾ നിഗമകൽപ്പതരു, വേദമാകുന്ന കൽപ്പവൃക്ഷം. അതെന്താ വെച്ചാൽ കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? കൽപ്പവൃക്ഷം നമ്മൾ ചോദിക്കുന്നതൊക്കെ തരും, മോക്ഷം ഒഴികെ. ആണ് കൽപ്പവൃക്ഷത്തിൽ നിന്ന് എല്ലാം കിട്ടുന്ന വിചാരിക്കേണ്ട. മോക്ഷം ഒഴികെ എന്ത് ചോദിച്ചാലും കൽപ്പവൃക്ഷം തരും. അപ്പോൾ വേദത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കിട്ടും. ശാസ്ത്രങ്ങൾ പഠിക്കാം, പലതും നമുക്ക് വേദത്തിൽ നിന്ന് പഠിക്കാം. അപ്പോൾ വേദങ്ങളിൽ അനേകം വിഷയങ്ങൾ പറയും. അതിന് മുഴുവൻ സാരമായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അതാണ് ഭാഗവതം. നിഗമകൽപ്പതരോർഗളിതം. അതിൻ്റെ കൽപ്പതരുവിൻ്റെ, കൽപ്പവൃക്ഷത്തിന്, തരുവെന്ന് വെച്ചാൽ വൃക്ഷം, കൽപ്പതരുവെന്ന് വെച്ചാൽ കൽപ്പവൃക്ഷം. കൽപ്പവൃക്ഷത്തിൻ്റെ പഴമാണ് ഭാഗവതം. അതെങ്ങനെ നമുക്ക് കിട്ടി? ഗളിതം. ഗളിതം വെച്ചാൽ വീഴുക എന്നർത്ഥം. ഒരു പഴം എപ്പോഴാണ് വീഴുക? പാകം വരുമ്പോഴേ വീഴുള്ളൂ. ഊർവാരികം വിബന്ധനാൽ എന്ന് മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയില്ലേ? ഊർവാരികം വിബന്ധനാൽ. പഴം നല്ലോണം പാകമാകുമ്പോഴാണ് സ്വയം ഞെട്ടിന്ന് താഴത്തേക്ക് വീഴുക. അപ്പോൾ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ പഴുത്ത പഴമാണ് ഭാഗവതം. നല്ല പാകം വന്ന പച്ചപ്പഴമല്ല, പാകം വന്ന പഴമാണ് എന്നർത്ഥം. ഗളിതം ഫലം. അതെങ്ങനെ വീണു? ശുഖമുഖാത്. ശുഖം എന്ന് പറഞ്ഞാൽ തത്ത എന്ന് അർത്ഥമുണ്ട്, കിളി എന്ന് അർത്ഥമുണ്ട്. പഴം കിളി വന്നിങ്ങനെ കൊത്തി. ഏത് പഴമാണ് കിളികൾ കൊത്തുക? പച്ചക്കായ, പച്ച മാങ്ങ കിളി കൊത്താറില്ല. ചെനച്ച് വിടുമ്പോഴേ കിളി കൊത്താറുള്ളൂ, അല്ലേ? ചുവപ്പ് വരുമ്പോഴേ കിളി കൊത്തുള്ളൂ. അപ്പോൾ വേദത്തിൻ്റെ ഭാഗമായ പഴം ശീശുകൻ എന്ന് പറഞ്ഞാൽ തത്ത എന്നുണ്ട്, പക്ഷി എന്ന് അർത്ഥമുണ്ട്. ശീശുകൻ തൊട്ടപ്പോൾ ഗളിതം ഫലം താഴത്തേക്ക് വീണു. ഈ പഴം വീണാൽ സാധാരണഗതിയിൽ പഴം വീണ് കഴിഞ്ഞാൽ അത് തട്ടി തകർന്നു പോകും, പൊടിഞ്ഞു പോകില്ലേ? അതിൻ്റെ ശുഖമുഖാത അമൃതദ്രവ സംഗീതം. ശീശുക ബ്രഹ്മർഷി കേടുവരാതെ കൊത്തി താഴത്തേക്ക് കൊണ്ടുവന്നു. ഇനി ആ പഴം എന്ത് വേണം? പിബത ഭാഗവതം രസമാലയം. ഈ പഴം കുടിച്ചോളാനാണ് പറഞ്ഞത്. പിബത വെച്ചാൽ കുടിക്കുക. അയ്യോ, അത് പറ്റുമോ? പഴം കുടിക്കാൻ പറ്റുമോ? ഒരു ചക്കപ്പഴം എടുത്ത് മുമ്പിൽ വെച്ചെടുത്ത് കുടിച്ചോളാൻ പറഞ്ഞാലോ? എന്തുകൊണ്ടാണ് കുടിക്കാൻ പറ്റാത്തത്? അതിൽ കളയേണ്ടതായിട്ട് ഒരുപാട് സാധനമുണ്ട്, ഇല്ലേ? ചക്കപ്പഴം എന്താ കുടിക്കാൻ പറ്റുക? ചക്കപ്പഴത്തിൽ അതിന് കുരുവും അതിന് ചവടിയും മടലും ഒക്കെ ഉണ്ട്, അത് കുടിക്കാൻ പറ്റില്ല. ഈ പഴം അങ്ങനെയല്ല, കളയേണ്ടതൊന്നുമില്ല. പിബത, കുടിക്കാം. പിബത ഭാഗവതം രസമാലയം. ഇതിലെന്താ ഉള്ളത്? രസമാണുള്ളത്. രസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പല രസങ്ങളുണ്ടല്ലോ. രസം എന്നുള്ള വാക്കിന് വേദത്തിൽ അർത്ഥം എന്ന് വെച്ചാൽ രസോ വൈസ രസേവരാസ. ബ്രഹ്മാനന്ദത്തിൻ്റെ മറ്റൊരു പേരാണ് രസം. ഭാഗവത്തിൽ ഓരോ പദങ്ങളും ശ്രദ്ധിക്കണം, വെറുതെ ഒരു വാക്ക് അവിടെ പറയില്ല. പിബത ഭാഗവതം
രസം ആലയം. ആലയം എന്ന് വെച്ചാലോ രസത്തിൻ്റെ ആലയം എന്നൊരു അർത്ഥമുണ്ട്. അത് ലയിക്കുന്നത് വരെ, അനുഭവം വരുന്നവരെ, അതായിത്തീരുന്നവരെ. അതായിത്തീർന്നാലോ പിന്നെ മറ്റൊരു ആസ്വാദനം വേണ്ട. തദ് രസാമൃത തൃപ്തസ്യ ന അന്യത്രസ്യാൽ രതിക്കുചിൽ. ഇത് അനുഭവിച്ച്, ഈ രസം അനുഭവിച്ച ഒരാൾക്ക് വേറൊന്നിലും രസം തോന്നില്ല. ആരാ ഇത് അനുഭവിക്കുക? രസിക ഭൂമി ഭാവുക. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്തുപോലെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കാം. പഴയ കാലത്തെ ഇപ്പോൾ ഒന്നുമില്ല, പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ മാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീഴാൻ കാത്തു നിൽക്കും. ഇപ്പോൾ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ബ്രോയിലറാണല്ലോ എല്ലാവരും, ഒരു പെട്ടിക്കകത്താണ് വളർത്തുക അല്ലേ. അപ്പോൾ മാവിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു മാമ്പഴം വീഴുമെന്ന് വിചാരിക്കുക. ഒരു മാമ്പഴം വീഴുമ്പോൾ ഒരു 10 കുട്ടികൾ അതിൻ്റെ പുറകെ ഓടും. ഒരാൾക്കേ മാമ്പഴം കിട്ടുള്ളൂ. എല്ലാവരും കിട്ടുമോ? ഒരു മാമ്പഴം 10 പേരോടിയാൽ 10 പേർക്ക് കിട്ടില്ല, ഒരാൾക്ക് കിട്ടുള്ളൂ. എന്ന പോലെ ഈ പഴം ആർക്ക് കിട്ടുള്ളൂ? ഭാവുക, ഭാഗ്യവാന്മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് ഹന്ത ഭാഗ്യം ജനാനാം. എല്ലാവരും കിട്ടില്ല. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളോ മുഹു മുഹു മുഹു, വീണ്ടും വീണ്ടും അതങ്ങനെ മതിയാവില്ല എന്നർത്ഥം. കുടിക്കും തോറും ആസ്വാദ്യത കൂടും. സാധാരണ വിഷയങ്ങളൊക്കെ അങ്ങനെയല്ല. ഒരു പ്രാവശ്യം കേട്ടാൽ രണ്ടാമത് കേൾക്കണം തോന്നില്ല. ഭാഗവതം അങ്ങനെയാണോ? ആണോ? കേൾക്കും തോറും വീണ്ടും. അതാണ് ഈ കുടി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ചില കുടിയൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ. ചില കുടിയൊക്കെ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. അതുപോലെ ഈ കുടി അത് തന്നെ, കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല എന്നർത്ഥം. മുഹുരഹോ രസിക ഭൂമി ഭാവുക. ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും അതങ്ങനെ പാനം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഭാഗവതം തന്നെ പഠിക്കണമെന്ന് പറഞ്ഞത്. അതെന്താ വെച്ചാൽ നിയമമുണ്ട്. അനന്തശാസ്ത്രം ബഹുവൈദിതവ്യം സ്വൽപ്പശകാലോ ബഹുവശ്ച വിഘ്ന യൽ സാരഭൂതം തദുപാസിതവ്യം ക്ഷീരോ യഥാ ഹംസോ യഥാ ക്ഷീരവിവാമ്പം മധ്യ എന്നൊരു ശ്ലോകമുണ്ട്. അനന്തശാസ്ത്രം ബഹുവൈദിതവ്യം. ലോകത്തിൽ ശാസ്ത്രങ്ങൾ അനന്തമാണ്. എത്ര ശാസ്ത്രം ഉണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് എത്ര ശാസ്ത്രങ്ങളുണ്ട് അല്ലേ. മറ്റു മതക്കാരോട് ചോദിച്ചാൽ അവരൊരു പുസ്തകം കാണിച്ചു, ഇതാണ് ഞങ്ങൾ അടിസ്ഥാന ഗ്രന്ഥം. ഹിന്ദുവിനോട് ചോദിച്ചാലോ ഏതാ? ഗീത എന്ന് പറയണോ, ഭാഗവതം എന്ന് പറയണോ, രാമായണം എന്ന് പറയണോ? നമുക്കൊരു പുസ്തകം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാം? ഒരു ലൈബ്രറി കാണിച്ചു കൊടുക്കാം അല്ലേ. അത്രയധികം ഗ്രന്ഥങ്ങളുണ്ട്. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം. എന്നാൽ ഇത് പഠിക്കാനാണെങ്കിലോ സ്വൽപ്പശകാലോ ബഹവശ്ച വിഘ്ന. കാലം വളരെ കുറവാണ്. എത്ര കാലം ജീവിക്കുന്നു വല്ല ഉറപ്പുണ്ടോ? എന്തിനാ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് വായിച്ചു തീർക്കാൻ ഒരു ജന്മം കൊണ്ട് പറ്റുമോ? ഒരു ജന്മം കൊണ്ടിരുന്ന് വായിച്ചാലും ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ സ്വൽപ്പശകാലോ, കാലം കുറവാണ്. ബഹവശ്ച വിഘ്ന, വിഘ്നങ്ങളോ അനേകം തടസ്സം വരാം അല്ലേ. കണ്ണ് കാണാണ്ടാവാം, ചെവി കേൾക്കാണ്ടാവാം, എണീറ്റിരിക്കാൻ വയ്യാണ്ട് പലതും വരാം. അപ്പോൾ പല തടസ്സങ്ങളും വരും. സ്വൽപ്പശകാലോ ബഹവശ്ച വിഘ്ന. അതുകൊണ്ട് എന്ത് വേണം? യൽ സാരഭൂതം തദുപാസിതവ്യം. സാരമായതേതോ അത് മാത്രം പഠിച്ചാൽ മതി. എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കണ്ട, എല്ലാ വിഷയങ്ങളിലേക്കും മനസ്സ് പോവുകയും വേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്തില്ല. ഒരേ ഒരു വിഷയത്തിന് മനസ്സുറപ്പിക്കുക, അതിൽ തന്നെ നിഷ്ണാതനാവുക, അതിൽ തന്നെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക. അതാണ് സ്വൽപ്പശകാലോ ബഹവശ്ച വിഘ്ന യൽ സാരഭൂതം തദുപാസിതവ്യം. പഠിക്കണം എന്നല്ല പറഞ്ഞത്, തദുപാസിതവ്യം. അതിന് ഉപാസിക്കണം എന്നർത്ഥം. പഠിച്ചാൽ പോരാ, പഠിക്കലും ഉപാസിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിത്തം എന്ന് പറഞ്ഞാൽ പലതും പഠിക്കുന്ന കൂട്ടത്തിൽ അതും പഠിച്ചു, അങ്ങനെയല്ല. ഒരേ വിഷയത്തിൽ തന്നെ ആഴത്തിൽ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നിഷ്ണാതനാവുക എന്ന് പറയുക. ഈ ഇദ്ദേഹത്തിൻ്റെ കഥയുണ്ടല്ലോ, പാക്കനാരാണെന്ന് തോന്നുന്നു അല്ലേ. പാക്കനാർ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കാണാൻ ഇവർ പറയുവറ്റ വന്നിരുമല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ എന്തോ ശ്രാദ്ധോ പൂജകളോ തിരക്കാണ്. അദ്ദേഹം കുറച്ചു നേരം കാത്തു നിന്നു. വൈകുന്നേരം ആയപ്പോഴാണ് ആളെ കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ഇദ്ദേഹം ധാരാളം കുഴി, ഇങ്ങനെ മുറ്റത്ത് മുഴുവൻ കുഴി ഒഴിച്ചു വെച്ചിരിക്കുക അത്രേ. അപ്പോൾ ചോദിച്ചു എന്താ ഇവിടെ കുഴി വെച്ചാൽ പറഞ്ഞു വെള്ളം കിട്ടാനാന്ന് പറഞ്ഞു. വെള്ളം കിട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒഴിക്കണ്ടേ? അത് തന്നെ ഞാനും പറഞ്ഞെന്ന്. ഒരുപാട് സ്ഥലത്ത് ഒഴിച്ചാൽ വെള്ളം കിട്ടില്ല. വെള്ളം കിട്ടണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒഴിക്കണം. അനുഭവം ഉണ്ടാവണമെങ്കിലോ ഒരു ഗ്രന്ഥത്തിൽ തന്നെ ഉപാസിക്കണം. നമ്മുടെ ചിന്തകൾ ചിതറിപ്പോകുമ്പോൾ ഏകാഗ്രത കുറയും, ഉപാസന ഉണ്ടാവില്ല. അപ്പോൾ സാരഭൂതമായതിന് സാരഭൂതം തദുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരം ഇവ അമ്പ് മധ്യേ. എങ്ങനെയാണോ പാലും വെള്ളവും കൂടി കളത്തി വെച്ചാൽ അരയന്നം പാല് മാത്രം സ്വീകരിക്കുന്നത്, അതുപോലെ എല്ലാ ശാസ്ത്രങ്ങളും നിരത്തി വെച്ചാൽ അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതോ അതിനെ പഠിച്ചാൽ മതി.
ഇത് അവസാനം പറയും. 18 പുരാണങ്ങളുടെ പേര് പറയുമ്പോൾ ഭാഗവതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം അത് സർവ്വവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം. വേദവ്യാസ മഹർഷി 17 പുരാണങ്ങൾ എഴുതി. കഥ പ്രസിദ്ധമാണല്ലോ അല്ലേ? ആദ്യം വേദങ്ങളെ ഉപയോഗിച്ചു, 17 പുരാണങ്ങൾ എഴുതി. എന്നിട്ടും തൃപ്തി വരാതെ ആ കഥയാണ് പിന്നെ പറയുക. നാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് 18ാമതൊരു പുരാണം എഴുതി. അപ്പോഴാണ് വേദവ്യാസന് പോലും മനസ്സിന് സമാധാനം കിട്ടിയത്. അപ്പോൾ എല്ലാ പുരാണങ്ങളെയും എല്ലാ ശാസ്ത്രങ്ങളെയും സാരസർവസ്വമാണ് ഭാഗവതം. അപ്പോൾ എന്താ പഠിക്കേണ്ടത്? എല്ലാം പഠിക്കണം, ഭാഗവതം പഠിക്കണം. എല്ലാം പഠിക്കണേ പഠിക്കാം, ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ എങ്ങും എത്തില്ല. നേരെ മറിച്ച് ഭാഗവതത്തിൽ ഒരു നിഷ്ഠ വന്നാൽ, ഒരു അനുഷ്ഠാനം വന്നാൽ, അത് ഉപാസന കൊണ്ട് അത് ഉറച്ചു കഴിഞ്ഞാൽ അത് ഉറയ്ക്കണം. അത് വെറുതെ ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ടോ പ്രഭാഷണം നടത്തിയിട്ടൊന്നും ആയില്ല. കുറേ കഴിയുമ്പോൾ പ്രഭാഷണമൊക്കെ നിൽക്കും, ഒന്നും പറയാനില്ല. സ്തബ്ധോ ഭവതി മൂഢോ ഭവതി, കേവലാനുഭവാനന്ദ സ്വരൂപനായിട്ട് മാറും. ആ ഒരു അനുഭവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഭാഗവതം നമ്മൾ അനുഭവിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം, കുറേ പറയാം, കുറേ കേൾക്കാം, എങ്ങും എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് അനുഭവം വരും. മുഹുരഹോ രസിക ഭുവി ഭാവുക. അതുകൊണ്ട് എന്ത് വേണം? പിബത ഭാഗവതം. ഭാഗവതത്തിനെ നിരന്തരം ഉപാസിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഒരു 3 ശ്ലോകം ഒരു മുഖവരെയാണ്. ഈ 3 ശ്ലോകം ശരിക്കും മനസ്സിലാക്കിയാൽ ഭാഗവതത്തിൻ്റെ ഏകദേശം ഒരു രൂപം നമുക്ക് പിടികിട്ടും. എന്താ വിഷയം, എന്താണ് സംബന്ധം, എന്താണ് അധികാരി ആരാണ്, പ്രയോജനം ആരാണ്, പിന്നെ ഭാഗവതത്തിൻ്റെ പ്രാധാന്യം എന്താണ്. വേറെ ഏതെങ്കിലും പുരാണം പഠിച്ചാൽ പോരെന്നാണെങ്കിൽ ഭാഗവതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർവ വേദേതിഹാസാനാം സാരം സാരം സമുദ്രതം. സർവ്വവേദങ്ങളെയും ഇതിഹാസങ്ങളെയും സാരത്തിനെ സ്വീകരിച്ചതാണ് ഭാഗവതം. അപ്പോൾ അത് പഠിച്ചാൽ അത്ര എളുപ്പമല്ല. അതും കൂടി ഉണ്ട് കേട്ടോ. ഭാഗവതം പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം അത് സംഹിതാരൂപത്തിലാണ്. സംഹിതകളായതുകൊണ്ട് വളരെയധികം വ്യാഖ്യാനിച്ചാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. എത്ര വ്യാഖ്യാനിച്ചാലും ചിലതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം ആ പരമഹംസ സംഹിതയാണ്. നമ്മളെപ്പോലുള്ള ആളുകൾക്കുള്ളതല്ല ഭാഗവതം. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മളെപ്പോലെ സാധാരണക്കാർക്കുള്ളതല്ല ഭാഗവതം. ഇത് പരമഹംസന്മാർക്കുള്ളതാണ് ഭാഗവതം. ശ്രീശുകനെ പോലെ ഒരു ഗുരുനാഥനെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പരീക്ഷത്തിനെ പോലെ ഒരാൾക്ക് അനുഭവിക്കാനും പറ്റുള്ളൂ. എന്താ അതിന് തെളിവെന്ന് വെച്ചാൽ നമ്മളൊക്കെ എത്ര സപ്താഹം കേട്ടു, പരീക്ഷത്ത് എത്ര സപ്താഹം കേട്ടു, കമ്പയർ ചെയ്താൽ മതി. പരീക്ഷത്തെ ഒരൊറ്റ സപ്താഹം കേട്ടുള്ളൂ. നമ്മളോ സെഞ്ചുറിയൊക്കെ അടിച്ചു അല്ലേ? സെഞ്ചുറിയും കഴിഞ്ഞാൽ അപ്പുറം പോയി. എന്നിട്ട് എന്ത് കിട്ടി? അനുഭവിച്ചോ? അപ്പോൾ ഈ അനുഭവം വരണമെങ്കിൽ എന്ത് വേണം? ഈ ലക്ഷ്യം മനസ്സിലാക്കണം. ഇതാണ് ലക്ഷ്യം. അല്ലാണ്ട് കുറേ പഠിക്കലോ പ്രസംഗിക്കലോ ഒന്നും അല്ല. എനിക്ക് അനുഭവം ഉണ്ടോ? എനിക്ക് അനുഭവം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല അല്ലേ? അപ്പോൾ എനിക്ക് അനുഭവം വരണമെങ്കിലോ മുഹുരഹോ രസികാ ഭുവി ഭാവുക. വീണ്ടും വീണ്ടും അതങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെയാണ് കഥ തുടങ്ങുക. 4ാമത്തെ ശ്ലോകം മുതലാണ് കഥ തുടങ്ങുക. കഥയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നൈമിഷാരണ്യത്തിൽ വെച്ച് അനേകായിരം മഹർഷിമാർ ഒരു സത്രയാഗം നടത്തി. എന്തിനു വേണ്ടി? സത്രം സ്വർഗായലോകായ സഹസ്രസമമാസത. സ്വർഗലോകത്തിന് വേണ്ടിയിട്ട് സത്രം നടത്തിയെന്നാണ് കഥ. ഏതായാലും ആ സമയത്ത് അവിടെ ഒരു സൂതൻ വന്നു. ആ സൂതൻ്റെ പേരാണ് ഉഗ്രശ്വസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉഗ്രശ്വസ്. ഉഗ്രശ്വസ് എന്നുള്ള സൂതൻ അവിടെ വന്നു. ഉഗ്രശ്വസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ഉഗ്രശ്വസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഉഗ്രം വീരം മഹാവിഷ്ണു, നരസിംഹമൂർത്തിയുടെ ഉപാസകനാണെന്നർത്ഥം. നരസിംഹമൂർത്തി ഉപാസിച്ചാലേ ഭാഗവതത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. ശ്രീധരസ്വാമികൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ 2ാമത് തന്നെ നരസിംഹത്തിനെ ഉപാസിച്ചുകൊണ്ടാണ് വ്യാഖ്യാനം തുടങ്ങുക. അപ്പോൾ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗവതം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് ഉഗ്രശ്രവസ്, നരസിംഹ ഉപാസകനാണത്രേ. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ മഹർഷിമാർ 6 സംശയങ്ങൾ ചോദിച്ചു എന്നാണ് കഥ. കഥ ഇനിയിപ്പോൾ വിസ്തരിക്കണില്ല. 6 സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടും, ഒരു പുരാണം പഠിച്ചാൽ മതി. ഏതാ? നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മഹർഷിമാരോട് പറഞ്ഞു, സൂതം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട, ഭാഗവതം പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരും. അപ്പോൾ സംശയങ്ങൾ വീണ്ടും കൂടി. ഒരു സംശയം ഇപ്പോൾ 3 സംശയമായി. 1ാമത്തെ സംശയം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഭാഗവതം എഴുതിയത്? ഭാഗവതം ആരെഴുതി? 2ാമത് അത് എന്തുകൊണ്ടാണ് ശ്രീശുകനെ പഠിപ്പിച്ചത്? 3ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ പരീക്ഷിത മഹാരാജാവ് ഭാഗവതം കേൾക്കാൻ എന്താ കാരണം? ഇവിടെ 3 ചോദ്യങ്ങളാണ്. നമ്മളൊരു ക്ലാസ് പോലെയാണ് ഇങ്ങനെ അല്ലേ? ഈ ചോദ്യങ്ങൾ ഉത്തരമാണ്. 3 ചോദ്യം എന്താ?
നമുക്ക് ആ ചോദ്യോത്തരം മാത്രം നോക്കാം, ഇനിയിപ്പോൾ ബാക്കി നോക്കാൻ സമയമില്ല. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആരാണ് ഭാഗവതം എഴുതിയത്? വേദവ്യാസനാണ് ഭാഗവതം എഴുതിയത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അത് എന്തുകൊണ്ടാണ് ശുഗനെ പഠിപ്പിച്ചത്? ശുഗൻ ആരാ? വേദവ്യാസൻ്റെ പുത്രൻ. വേദവ്യാസൻ്റെ പുത്രനാൽ ശുഗനെ പഠിപ്പിക്കാൻ എന്താ കാരണം? മൂന്നാമത്, പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാൻ എന്താ കാരണം? 3 ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിന് പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, വേദവ്യാസന് ഭാഗവതം എഴുതേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വേദങ്ങൾ വിഭജിച്ച ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് പറയുക? വേദവ്യാസൻ. വ്യാസൻ എന്ന് പറഞ്ഞാൽ വ്യാസനെ പ്രകാശിപ്പിക്കുക എന്നർത്ഥം. ഒരു വ്യാസനല്ല, അനേകം വ്യാസന്മാരുണ്ട്. വ്യാസ പരമ്പരയാണ്, അത് മനസ്സിലാക്കണം. വ്യാസൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരു ട്രഡീഷനാണ് വ്യാസൻ. അതാണ് ഗീതയിൽ ദ്വൈപായനോസ്മി വ്യാസാനാം, വ്യാസന്മാരിൽ ഞാൻ ദ്വൈപായനാണെന്ന് പറയുന്നുണ്ട്. വ്യാസന്മാർ അനേകമുണ്ട്, അതിൽ വേദങ്ങളെ വിഭജിച്ച വ്യാസനാണ് കൃഷ്ണദ്വൈപായനൻ. അപ്പോൾ വേദവ്യാസൻ വേദങ്ങളെ വിഭജിച്ച ആളാണ്, 17 പുരാണങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന് പിന്നെ ഭാഗവതം എഴുതേണ്ട ആവശ്യം എന്താ? വ്യാസോച്ഛിഷ്ടം ജഗത് സർവ്വം എന്നാണ്. ഈ പ്രപഞ്ചത്തിൽ വ്യാസൻ തൊടാത്തതായിട്ട് യാതൊരു വസ്തുവില്ല. മഹാഭാരതം എഴുതിയ ആളല്ലേ, പഞ്ചമവേദം എന്നും കൂടി മഹാഭാരതത്തിന് പറയും, പഞ്ചമവേദം. അത്രയും അറിവുള്ള ഒരാൾ 18ാമതൊരു പുരാണം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. വേണം, വെറുതെ എന്തെങ്കിലും ചോദിച്ചാൽ പോരാ, ചോദ്യത്തിന് അടിസ്ഥാനം വേണ്ടേ. വേദവ്യാസൻ ഭാഗവതം എഴുതാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, വേദവ്യാസൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് വേദവ്യാസൻ ഭാഗവതം എഴുതിയത്? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ചോദ്യം മറന്നുണ്ടാവും അല്ലേ? ശ്രീശുഖനെ പഠിപ്പിക്കാൻ എന്താ കാരണം? ശ്രീശുഖനെ ഭാഗവതം പഠിപ്പിക്കാൻ എന്താ കാരണം? അതോ അതിനെന്താ അടിസ്ഥാനം? ശ്രീശുഖനും ഭാഗവതം പഠിക്കേണ്ട ആവശ്യമില്ല. ശ്രീശുഖൻ ആരാ? യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം. ജന്മനാ തന്നെ പരമസിദ്ധനാണ് ശ്രീശുഖൻ. ശ്രീശുഖ ബ്രഹ്മർഷി എന്നാണ് പറയുക, ബ്രഹ്മസ്വരൂപിയാണ്. അദ്ദേഹത്തിന് യാതൊരു ശാസ്ത്രവും പഠിക്കേണ്ട ആവശ്യമില്ല. ദ്വൈപായനോ വിരഹകാതര ആജുഭാവ. അദ്ദേഹം പുത്ര എന്ന് വിളിച്ചപ്പോൾ ആരാ വിളി കേട്ടത്? തരവോഭിനേതോ, വൃക്ഷങ്ങൾ വിളി കേട്ടു. ഇപ്പോൾ തന്മയീഭാവം വന്ന ആളല്ലേ. വേദവ്യാസനും ശ്രീശുഖനും കൂടി നടന്നു പോകുന്ന രംഗം വർണ്ണിക്കണ്ടല്ലോ ഭാഗവത്തിൽ. കുറേ സ്ത്രീകളെ ദേവസ്ത്രീകൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീശുഖൻ അതിലെ കടന്നു പോയപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയില്ല. 16 വയസ്സുള്ള കുട്ടി ശരീരത്തിൽ വസ്ത്രം പോലും ഇല്ലാതെ നടന്നു പോയപ്പോൾ ആ സ്ത്രീകളെ കണ്ട ഭാഗം വെച്ചില്ല. പക്ഷെ വേദവ്യാസം വന്നപ്പോഴോ ആ സ്ത്രീകളൊക്കെ വസ്ത്രം എടുത്തെടുത്തു. അപ്പോഴാണ് വേദവ്യാസം ചോദിച്ചത്, എന്താ ഇത്? 16 വയസ്സായിട്ടുള്ള എൻ്റെ മകൻ നഗ്നനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൂടി പോയപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ല. ഈ പടികളവനായിട്ടുള്ള എന്നെ കണ്ടപ്പോഴാണോ ലജ്ജ തോന്നിയത്? അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രീശുഖൻ വേദവ്യാസിനേക്കാൾ മേലെയല്ലേ അല്ലേ? അച്ഛനേക്കാൾ മേലെയാണ് മകൻ. അപ്പോൾ ആ മകനെ ഭാഗവതം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദ്യത്തിന് അടിസ്ഥാനമുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? പരീക്ഷിത്ത് ഭാഗവതം പഠിക്കാൻ എന്താ കാരണം? അതെന്താ? പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗർഭദൃഷ്ടമനുധ്യായൻ, ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കണ്ട ആളല്ലേ അല്ലേ? പരീക്ഷിത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയോ? ഇത്രയും കാലം കേട്ടിട്ട് മനസ്സിലായില്ലേ? വിഷ്ണുരാധൻ എന്നാണ് ശരിക്കും പേര്, വിഷ്ണുരാധൻ. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട ആളാണ്. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാനെ കണ്ട് തൻ്റെ സ്വരൂപം അറിഞ്ഞ ആളല്ലേ. അങ്ങനെ ഒരാൾക്ക് ഭാഗവതം പഠിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ ചോദ്യങ്ങൾ വെറും ചോദ്യങ്ങളല്ല, ചോദ്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? വേദവ്യാസൻ ഭാഗവതം എന്താ കാരണം? ശ്രീശുഖനെ പഠിപ്പിക്കാൻ എന്താ കാരണം? ശ്രീശുഖൻ അത് പരീക്ഷത്തിന് ഉപദേശിക്കാൻ എന്താ കാരണം? 3 ചോദ്യങ്ങളല്ലേ. ഇനി 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് പിന്നെ പറയാം. അതിൽ ആദ്യത്തേത്, വേദവ്യാസൻ ഭാഗവതം എഴുതാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ആ കഥയാണ് ആദ്യം പറയാം. വേദവ്യാസൻ തൻ്റെ ശമ്യാപ്രാസം എന്ന് പറഞ്ഞാൽ തൻ്റെ ആശ്രമം, വേദവ്യാസൻ്റെ ആശ്രമത്തിൻ്റെ പേരാണ് ശമ്യാപ്രാസം. ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം. നിങ്ങൾ ആരെങ്കിലും ബദരിയിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ബദരിയിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം അല്ലേ? അവിടെ വ്യാസൻ തപസ് ചെയ്ത ഗുഹയൊക്കെ ഉണ്ട്. ഇപ്പോഴുണ്ട് ആ സ്ഥലം, ശമ്യാപ്രാസം. അപ്പോൾ അവിടെ വേദവ്യാസൻ ചിന്താകുലനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തോ ഒരു മനസ്സിന് സന്തോഷമില്ലാണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ആര് വന്നു? നാരദൻ വന്നു. ഈ നാരദ മഹർഷി വേദവ്യാസനോട് ചോദിച്ചു, എന്താ അങ്ങയുടെ മുഖത്തൊരു പ്രസാദമില്ലാത്തത്? അങ്ങ് ഇത്രയൊക്കെ ചെയ്തിട്ട് അങ്ങക്കൊരു സന്തോഷമില്ലാത്ത എന്താ? സ്വയം സന്തോഷമില്ലാത്ത ആൾക്ക് വേറെ ആളെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ വേറെ ആൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങ് ഇത്രയൊക്കെ ചെയ്തിട്ട് അങ്ങക്ക് സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ചെയ്ത പണിയൊക്കെ പാഴായിപ്പോയില്ലേ? അപ്പോൾ പറഞ്ഞു, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അസമ്പന്ന യുവാഭാതി, എനിക്കൊരു കൃതാർത്ഥതയില്ല, ഞാൻ ചെയ്യേണ്ടത് ചെയ്തെന്നൊരു തോന്നൽ വരുന്നില്ല. അപ്പോൾ നാരദൻ പറഞ്ഞു കൊടുത്തതിന് മറ്റൊന്നുമല്ല കാരണം, യഥാ ധർമാദേശാർത്ഥ മുനിവര്യാനുകീർത്തിത
ന തഥാ വാസുദേവസ്യ മഹിമാ ഹി അനുവർണിത. അങ്ങ് ധർമാദേശാർത്ഥ, ധർമ്മം അർത്ഥം കാമം ഇതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞു. പക്ഷേ വാസുദേവസ്യ മഹിമ, വാസുദേവൻ്റെ മഹിമ പറഞ്ഞില്ല. അതായത് മോക്ഷധർമ്മം പറഞ്ഞില്ല എന്നർത്ഥം. അവിടെ വാക്ക് ശ്രദ്ധിക്കണം. ന തഥാ വാസുദേവസ്യ മഹിമ എന്നാണ്. വാക്കിന് വളരെയധികം അർത്ഥമുണ്ട് അവിടെ. വാസുദേവരുടെ മകൻ എന്നൊരു അർത്ഥമുണ്ട്, കൃഷ്ണൻ്റെ കഥ എന്നൊരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താ? വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വസതി ദ്യോതതി, നമ്മളിൽ ഇരുന്നുകൊണ്ട് അഹം അഹം ഞാൻ ഞാൻ എന്ന് പ്രകാശിക്കുന്നില്ലേ, അത് തന്നെയാണ് വാസുദേവൻ. അപ്പോൾ സ്വന്തം ആത്മസ്വരൂപത്തിനെ കുറിച്ച് പറയാതെ ലോകത്തിൽ വേറെ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം മിഥ്യയാണ്. സത്യമായത് ഒന്നേ ഉള്ളൂ, ഏത്? ഈ ഞാൻ, എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ബോധം മാത്രമാണ് സത്യം. മറ്റെല്ലാ വിഷയങ്ങളും മാറുന്നതാണ്. അതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് പൂർണ്ണമാകുകയില്ല. മറ്റെന്ത് വിഷയം പറഞ്ഞാലും പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല. പറ്റുമോ? ഏതെങ്കിലും വിഷയം പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റുമോ? ഒരാൾ കെമിസ്ട്രി പഠിച്ചു, ലോകത്തിലെ കെമിസ്ട്രി മുഴുവൻ പഠിക്കാൻ പറ്റുമോ? ഓ, അപ്പോൾ ലോക വിഷയങ്ങൾ ഒരിക്കലും അവസാനമില്ലാത്തതാണ്. പക്ഷേ സ്വരൂപം അങ്ങനെയല്ല. സ്വരൂപത്തിലെത്തിയാൽ പിന്നെ ചലനമില്ല. അപ്പോൾ അങ്ങ് മറ്റെല്ലാം പറഞ്ഞു. ധർമ്മം എന്താന്ന് പറഞ്ഞു, അർത്ഥം എന്താന്ന് പറഞ്ഞു, കാമം എന്താന്ന് പറഞ്ഞു. പക്ഷെ മോക്ഷം പറഞ്ഞോ? അതെന്താ? വേദവ്യാസൻ അവസാനമായിട്ട് എഴുതിയതാണ് മഹാഭാരതം. മഹാഭാരതത്തിൽ പ്രധാനമായിട്ടും ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും കഥയാണ്. വേദവ്യാസന് 4 കുട്ടികളുണ്ടെന്ന് പറയും. ആരൊക്കെയാ? വിതുരൻ, ധൃതരാഷ്ട്രൻ, പാണ്ഡു, ശ്രീശുകൻ. 4 പേരല്ലേ? എന്താ അർത്ഥം? വ്യാസം എന്ന് വെച്ചാൽ അറിവ്, ജ്ഞാനം. ജ്ഞാനത്തിൽ നിന്നാണ്, ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് വിതുരൻ, ധർമ്മത്തിൻ്റെ പ്രത്യേകമാണ് വിതുരൻ, അർത്ഥത്തിൻ്റെ പ്രത്യേകമാണ് ധൃതരാഷ്ട്രൻ, കാമത്തിൻ്റെ പ്രത്യേകമാണ് പാണ്ഡു, മോക്ഷത്തിൻ്റെ പ്രത്യേകമാണ് ശ്രീശുകൻ. മഹാഭാരതം മുഴുവൻ അർത്ഥവും കാമവും എന്നുള്ള വഴക്കാണ് അല്ലേ? ആരൊക്കെയാ? ധൃതരാഷ്ട്രനും പാണ്ഡുവും. അവിടെ വിതുരൻ്റെ സ്ഥാനമില്ല, ധർമ്മത്തിൻ്റെ സ്ഥാനമില്ല. അവിടെ മോക്ഷധർമ്മം പറഞ്ഞോ? മോക്ഷധർമ്മം പറഞ്ഞില്ല. മഹാഭാരതത്തിൽ മോക്ഷധർമ്മം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ഗീതയിൽ അല്ലേ? അപ്പോൾ അത് പ്രാദേശം മാത്രം, ആ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോക്ഷധർമ്മം പറഞ്ഞാലേ അങ്ങയുടെ മനസ്സിന് ശാന്തി കിട്ടുമെന്ന് ആര് ഉപദേശം കൊടുത്തു? നാരദൻ. ഇതിലെന്താ പ്രത്യേകത? ബ്രഹ്മസൂത്രം എഴുതിയ ആളാണ് വേദവ്യാസൻ, ഭക്തിസൂത്രം എഴുതിയ ആളാണ് നാരദൻ. ബ്രഹ്മസൂത്രം എഴുതിയ ആളാണ് വേദവ്യാസൻ, ഭക്തിസൂത്രം എഴുതിയ ആളാണ് നാരദൻ. അപ്പോൾ ബ്രഹ്മസൂത്രവും ഭക്തിസൂത്രവും കൂടി ചേർന്നപ്പോഴാണ് വേറെ സൂത്രം ഉണ്ടായത്, ആണ് ഭാഗവത സൂത്രം അല്ലേ? നമുക്ക് അങ്ങനെ സൂത്രം ഉണ്ടാക്കാം. ബ്രഹ്മസൂത്രം പ്ലസ് ഭക്തിസൂത്രം ഈസ് ഈക്വൽ ടു ഭാഗവതം. അപ്പോൾ വേദവ്യാസന് പോലും ഭക്തി വന്നപ്പോഴാണ് സ്വരൂപജ്ഞാനം ഉണ്ടായതെന്നർത്ഥം. ഭക്തി കൊണ്ടേ അതറിയൂ. അങ്ങനെ വേദവ്യാസൻ്റെ മനസ്സിൽ നാരദ മഹർഷി ഒരാശയം ഇട്ട് കൊടുത്തു. ഇന്ന് നാരദൻ തൻ്റെ പൂർവ്വകഥയും പറഞ്ഞു. കാരണം തൻ്റെ അനുഭവം പറയുമ്പോഴല്ലേ കേൾക്കുന്ന ആൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. നാരദൻ ആരായിരുന്നു? നാരദൻ്റെ 3 ജന്മം പറയുന്നുണ്ട് ഭാഗവത്തിൽ. 3 ജന്മം. ഇദ്ദേഹം ആദ്യം ഉപബർഹണൻ എന്ന് പേരായിട്ട് ഗന്ധർവനായിരുന്നു. അത് ഉപബർഹണൻ എന്നാണ് പേര്. ഉപബർഹണൻ. രൂപ പേശല മാധുര്യ സൗഗന്ധ്യ പ്രിയദർശന, കാണാൻ നല്ല സൗന്ദര്യം, പാട്ട് പാടാനുള്ള കഴിവ്, ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറച്ച് അഹങ്കാരം തോന്നി ഈ ഗന്ധർവന്. ഇദ്ദേഹം ഈ ഒരു സത്രയാഗത്തിൽ ചെന്ന് പാട്ട് പാടി. സത്രം നടക്കുമ്പോൾ മഹർഷിമാരുടെ അനുവാദം കൂടാതെ അവിടെ ചെന്ന് പാട്ട് പാടി. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു ഔചിത്യം വേണ്ടേ? നമുക്ക് അറിവുണ്ടെങ്കിലും അറിവ് പ്രകടിപ്പിക്കാനുള്ള സമയത്തെ അത് പ്രകടിപ്പിക്കാവും. അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വിളമ്പേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ചെറുക്കം അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അറിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അതിങ്ങനെ വിളമ്പുക, അത് പാടില്ല. വേണ്ട സ്ഥലത്ത് വേണ്ടവരോട് മാത്രമേ പറയാവൂ. ഇദ്ദേഹത്തിന് പാട്ട് പാടാൻ കഴിവുണ്ട്, പക്ഷെ അത് വേണ്ടാത്തടത്ത് പാടിയാലോ? റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുമ്പോൾ സാ എന്ന് പാടിക്കൊണ്ട് പറ്റും. അതാവശ്യമില്ലല്ലോ. അപ്പോൾ സത്രയാഗത്തിൽ പാട്ട് പാടേണ്ട സമയമുണ്ട്, അവിടെ പാടാം, അല്ലാത്തപ്പോൾ പാടേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് മഹർഷിമാർ, അവർക്കതിഷ്ടമായില്ല, അവർ ശപിച്ചു, ദാസിപുത്രനായിട്ട് ജനിച്ചു. പിന്നെ മഹർഷിമാരെ ശുശ്രൂഷിച്ച് ഞാൻ ഈ നിലയിലെത്തി എന്നൊക്കെ സ്വന്തം അനുഭവ കഥയും കൂടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഏതായാലും വേദവ്യാസൻ്റെ മനസ്സിൽ നാരദ മഹർഷി ഒരാശയം ഇട്ടുകൊടുത്തു. ഈ കവികളും കലാകാരന്മാരും ഒക്കെ എന്തെങ്കിലും ഒരു ആശയം മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ കാലം മനസ്സിൽ കിടന്ന് പാകപ്പെട്ടിട്ട് ഒരു പുറത്തേക്ക് വരുള്ളൂ. ഒരു വിത്ത് മണ്ണിൽ വീണാൽ പിറ്റേ ദിവസം മുളയ്ക്കുമോ? ഓ, വിത്ത് മണ്ണിൽ വീണാൽ അത് അവിടെ കിടന്ന് പാകമായിട്ടേ മുളയ്ക്കുള്ളൂ. അതുപോലെ വേദവ്യാസൻ്റെ മനസ്സിൽ നാരദൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വേദവ്യാസൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നു. അതങ്ങനെ ക്രമേണ വികസിച്ചു വന്നു. എന്നിട്ടാണ് അത് കാവ്യമായിട്ട് രൂപാന്തരപ്പെട്ടു. അതെവിടെയാണ് കാണുന്നറിയോ? 7-ാമത്തെ അധ്യായം. നമ്മൾ 7-ാമത്തെ അധ്യായം വരെയാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യ അവസാനം അല്ലേ? ആദ്യത്തിൻ്റെ ഒരൊറ്റ ചാട്ടാണ് അവസാനത്തെ അധ്യായത്തിലേക്ക്.
ഏഴാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും 4, 5, 6 3 ശ്ലോകം നോക്കിയാൽ കാണാം. 3 ശ്ലോകത്തിലാണ് വേദവ്യാസൻ്റെ മനസ്സിലുണ്ടായ ആശയത്തിൻ്റെ വികാസം കാണാം. ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രണിഹിതേമലേ അവശ്യൽ പുരുഷം പൂർവം മായാം ച തതുപാശ്രയാം. നാരദൻ്റെ വാക്ക് കേട്ടിട്ട് വേദവ്യാസൻ്റെ മനസ്സിൽ ഭക്തിയോഗം ഉണ്ടായി, ഭക്തി ഉണ്ടായി എന്ന് പറയണം. അപ്പോൾ അതുവരെ ഭക്തിയില്ല, വേദങ്ങളിൽ ഭക്തിക്ക് പ്രാധാന്യമില്ല. അപ്പോൾ നാരദനാണ് ഈ ഭക്തി വേദവ്യാസന് ഉപദേശിച്ചത്. അതോടുകൂടിയോ സമ്യക് പ്രണിഹിതേമലേ, വേദവ്യാസൻ്റെ മനസ്സ് അമലമായി, ശുദ്ധമായി എന്നർത്ഥം. മനസ്സ് ശുദ്ധമായപ്പോൾ എന്ത് കണ്ടു? അവശ്യൽ പുരുഷം പൂർവം മായാം ച തതുപാശ്രയാം. പുരുഷനെ ആശ്രയിച്ച് നിൽക്കുന്ന മായയെയും കണ്ടു. എന്താ അർത്ഥം? പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരിയിലിരിക്കുന്നവൻ എന്നർത്ഥം. നമ്മുടെ ശരീരമാകുന്ന പുരിയിലിരിക്കുന്നവനാണ് പുരുഷൻ. അപ്പോൾ ആ ഈശ്വരനെയും അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന പുരിയിലിരിക്കുന്നവനാണ് പരമപുരുഷൻ, പുരുഷോത്തമൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ പുരുഷനെ ആശ്രയിച്ച് നിൽക്കുന്ന മായയെയും കണ്ടു. അപ്പോൾ മായ സ്വന്തമായിട്ടൊരു ശക്തിയില്ല മായയ്ക്ക്. ഈശ്വരനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അതിന് ശക്തിയുള്ളൂ. എന്തുപോലെ? മായ നിഴൽ പോലെയാണ്. ഇപ്പം നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ, വസ്ത്രം, നൂല്. വസ്ത്രവും നൂലും, വസ്ത്രമാണെന്നും നൂലാണെന്നും ആരറിഞ്ഞത്? ഞാനാ അറിഞ്ഞത്. ഞാനില്ലെങ്കിൽ രണ്ടും അറിയോ? ഞാനില്ലെങ്കിൽ വസ്ത്രത്തിനെ അറിയില്ല, നൂലിനെ അറിയില്ല. അപ്പോൾ അവിടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബോധം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞത്. അതാണ് പുരുഷൻ. പുരുഷനുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ. പുരുഷനുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസിദ്ധമായിട്ടൊരു ഉദാഹരണമുണ്ട്. ഒരാൾ കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ചു. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കണം, അവിടെ കയറ് വേണ്ടേ? കയറില്ലെങ്കിൽ പാമ്പാന്ന് വിചാരിക്കും. കയറോ ഒരു വള്ളിയോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പോൾ ഇല്ലാത്തൊരു വസ്തുവിൽ അജ്ഞാനം ഉണ്ടാവില്ല. അജ്ഞാനത്തിന് കാരണമായൊരു വസ്തു വേണം. ആ ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് അജ്ഞാനവും ഉള്ളത്, അല്ലേ? എനിക്കറിയില്ല എന്ന് ആരറിഞ്ഞു? അവിടെ ഞാൻ വേണ്ടേ, അല്ലേ? അപ്പോൾ സകലതിനും അടിസ്ഥാനപരമായിട്ടൊരു പുരുഷനുണ്ട്. ആ പുരുഷനെ ആശ്രയിച്ച് നിൽക്കുന്ന ശക്തിയാണ് മായ. എന്തുപോലെ? നിഴൽ പോലെ. അവശ്യൽ പുരുഷം പൂർവം മായാഞ്ചത്വ ആശ്രയം. അത് യാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം. ഈ മായ ത്രിഗുണാത്മകമാണെന്ന് കണ്ടു. ഈ ശ്ലോകമൊക്കെ ഒരുപാട് വ്യാഖ്യാനിക്കേണ്ടതാണ്, ആശയം മാത്രം പറയാം. മായ ത്രിഗുണാത്മകമാണെന്ന് കണ്ടു. ഏതാ ത്രിഗുണം? സത്വം, രജസ്, തമസ്. ത്രിഗുണാത്മകമാണ് മായ എന്ന് കണ്ടു. അതുപോലെ യാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തൽകൃതം ചാവിബദ്ധ്യത. ഈ മായ കൊണ്ടാണ് സകല അനർത്ഥങ്ങളുണ്ടാവുക. തെറ്റായിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടാകുന്ന മായ കൊണ്ടാണ്. അതായത് കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഉള്ള ഓടിയത്. പാമ്പാണെന്നുള്ള വിചാരം വന്നില്ലെങ്കിൽ ഓടുമോ? കയറ് കണ്ടിട്ട് ആരെങ്കിലും ഓടാറുണ്ടോ? പാമ്പാണെന്ന് തോന്നിയപ്പോഴല്ലേ ഓടിയത്. ഓടിയോണ്ടല്ലേ വീണത്. വീണുകൊണ്ടല്ലേ കൈ ഒടിഞ്ഞത്. എന്നിട്ടല്ലേ 4 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഓടാൻ കാരണം എന്താ? ഈ അജ്ഞാനമാണ്. അപ്പോൾ ഈ മായയാണ് ഈ അനർത്ഥങ്ങൾക്ക് മുഴുവൻ കാരണം. ആ മായയാണെങ്കിൽ ജയിക്കാനും പ്രയാസമാണ്. അത് ഗീത പറയില്ലേ, മമ മായ ദുരത്തെയാ, ജയിക്കാൻ പ്രയാസമാണ്. ആ മായയിലാണ് എല്ലാ ജീവാത്മാക്കളും ദുഃഖം അനുഭവിക്കുക. ഇത്രയും വേദവ്യാസന് മനസ്സിലായി. അതേപോലെ തന്നെ പരോപി വനിതേനർത്ഥം തൽകൃതം ശാവിബദ്ധ്യതേ, എല്ലാ ദുഃഖത്തിനും കാരണം മായയാണെന്ന് മനസ്സിലായി. ഇനി രോഗം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതിയോ? അതിന് ചികിത്സ വേണ്ടേ? ഡയഗ്നോസിസ് മാത്രം പോരല്ലോ, ട്രീറ്റ്മെൻറ്റ് വേണ്ടേ? എന്താ ട്രീറ്റ്മെൻറ്റ്? അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജേ. ഈ അനർത്ഥങ്ങളില്ലാതാവാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഭക്തിയോഗം അധോക്ഷജേ. ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക. ആ ഭക്തി വന്നു കഴിഞ്ഞാൽ എന്തായിത്തീരും? ലോകസ്യ ആജാനതോ വിദ്വാം ചക്രേ സാത്വ സംഹിതം. ഈ തത്വം ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസൻ ഭാഗവതം എഴുതിയതെന്നർത്ഥം. ഏത് തത്വം? മായയാണ് എല്ലാ ദുഃഖത്തിനും കാരണം. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, സത്യത്തിന് അവിദ്യ മായ എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല. അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയല്ല. ഇതൊക്കെ നമ്മൾ തെറ്റായിട്ട് ധരിക്കുന്ന വാക്കാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ്. നമുക്ക് ഇംഗ്ലീഷിൽ പെട്ടെന്ന് ഇഗ്നറൻസ് എന്നാണ് വരിക. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് അല്ല. ആ ജ്ഞാനം, തെറ്റായിട്ടുള്ള അറിവാണ് അജ്ഞാനം. ജ്ഞാനമുണ്ട് അവിടെ. കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിക്കുമ്പോൾ പാമ്പെന്നൊരു അറിവില്ലേ? മനസ്സിലായോ? കയറ് കണ്ടിട്ട് ഒരാൾ പാമ്പാണെന്ന് വിചാരിച്ചാൽ പാമ്പ് എന്നൊരു അറിവൊക്കെ വന്നില്ലേ? അത് ശരിയായിട്ടുള്ള അറിവാണോ? അല്ലെങ്കിൽ ശ്രീനാരായണ പറയും, നലമെഴും മലർമാല നാഗമാമോ. നലമെഴും മലർമാല നാഗമാമോ. ഒരു മാല കഷ്ണം കണ്ട് പാമ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ പാമ്പെന്നൊരു അറിവുള്ള മനസ്സിൽ വന്നില്ലേ?
പാമ്പെന്നൊരു അറിവ് വന്നിട്ടല്ലല്ലോ ഓടിയത്. ആ അറിവ് സത്യമാണോ? പാമ്പെന്നുള്ള അറിവ് സത്യമല്ല. അപ്പോൾ സത്യമില്ലാത്ത ഒരറിവിനെയാണ് അജ്ഞാനം എന്ന് പറയുക. അത് ജ്ഞാനമാണ്, പക്ഷെ ശരിക്കുള്ള അറിവല്ല. അതുകൊണ്ട് എന്ത് പറ്റും? പാമ്പാണെന്ന് കണ്ടെങ്കിൽ അയാൾ ഓടില്ല, കയറാണെന്ന് തോന്നിയുകൊണ്ട് അയാൾ ഓടി. അയാൾക്ക് അനുഭവത്തിൽ സത്യമാണ് താനും, അല്ലേ? അയാൾക്ക് അനുഭവത്തിൽ സത്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾ വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോയപ്പോൾ, വെളുപ്പാങ്കാലത്താണ് കേട്ടോ, വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോയപ്പോൾ പുഴ വക്കത്തൊരു പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ടാൽ ഓടി ഏതോ വേരുമ്പലോ കല്ലുമലോ ഒരു തട്ടി വീണു, കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ആശുപത്രിയിലായി. ഒരു കൂട്ടുകാരൻ ഈ വാർത്ത അറിഞ്ഞു, ഇയാൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ വെളുപ്പാങ്കാലത്ത് കുളിക്കാൻ പോയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, ഞാൻ ഓടി കാല് തട്ടി വീണു, കൈയൊടിഞ്ഞ് ആശുപത്രിയിലായി, 2-3 മാസം കിടക്കണം, അവലാതിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരന് തോന്നി പാമ്പുണ്ടോയെന്ന് അറിയണമല്ലോ. ഇയാൾ അവിടെ ചെന്ന് നോക്കി. ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കൂട്ടുകാരൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ടത് എന്താ? ഒരു കയറിൻ്റെ കഷ്ണം. ഈ കൂട്ടുകാരൻ ഇവിടെ വന്ന് രോഗിയോട് പറഞ്ഞു, താൻ വെറുതെ ഓടിയതാണ്, അവിടെ പാമ്പൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ കയറിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നത്. രോഗി പറഞ്ഞു, ഏയ് പാമ്പുണ്ടായിരുന്നു. കൂട്ടുകാരൻ പറഞ്ഞു പാമ്പുണ്ടായിരുന്നില്ല, കയറ്. തർക്കമായി, രണ്ടുപേരും തർക്കമായി. അവസാനം നമുക്ക് ഒരുമിച്ച് പോയി നോക്കാമെന്നായി. അങ്ങനെ ഈ രോഗിയെ ഒരു ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി, നടക്കാൻ വയ്യല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇതല്ലേ ഈ കയറ് കണ്ടിട്ടില്ലേ താൻ പാമ്പാന്ന് വിചാരിച്ചത്? അല്ല, പാമ്പാന്ന് പിന്നെ തന്നെ എന്താ തെളിവുണ്ടായിരുന്നത്? താൻ വെറുതെ പാമ്പാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? പറഞ്ഞാൽ എന്താ അറിയോ? എൻ്റെ കൈ ഒടിഞ്ഞില്ലേ, എൻ്റെ കൈ ഒടിഞ്ഞത് പാമ്പാന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ പാമ്പാണെന്ന് തോന്നിയത് അജ്ഞാനം കൊണ്ടല്ലേ? ഇതിനാണ് അജ്ഞാനം എന്ന് പറയുക. പാമ്പാണെന്നുള്ളത് എന്താണ് അങ്ങനെ വരാൻ കാരണം? അതിന് ഒരുപാട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് കയറ് കണ്ടപ്പോൾ പാമ്പാണെന്ന് തോന്നിയത്? എന്തുകൊണ്ടാണ്? അയാളുടെ ഉള്ളിൽ പാമ്പുണ്ട്. അയാളുടെ ഉള്ളിൽ, അയാളുടെ അബോധ മനസ്സിൽ ഒരു പാമ്പുണ്ട്. ഈ ജന്മത്തിൽ, ഏതെങ്കിലും ജന്മത്തിൽ അയാൾ പാമ്പിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളാണെങ്കിൽ പാമ്പെന്നുള്ള തോന്നലുണ്ടാവുമോ? അപ്പോൾ അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? അവിടെ കയറിൻ്റെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു. കയറിൻ്റെ കഷ്ണം ഇല്ലെങ്കിൽ തോന്നുമോ? കയറോ വള്ളിയോ ഒരു നിഴലോ എന്തെങ്കിലും അവിടെ ഇല്ലെങ്കിൽ പാമ്പാന്ന് തോന്നുമോ? മൂന്നാമതൊരു കാരണമുണ്ട്. അതെന്താണെന്നറിയാമോ? ആലോചിച്ച് നോക്കാം. പാമ്പാണെന്ന് തോന്നാൻ മൂന്നാമതൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? എന്താ? കിട്ടിയില്ല അല്ലേ? മന്ദാന്ധകാരം. ശരിക്കും വെളിച്ചമുണ്ടായിരുന്നില്ല. ശരിക്കും വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ കയറേ കാണുള്ളൂ. ഒട്ടും വെളിച്ചമില്ലെങ്കിലോ ഒന്നും കാണില്ല, അല്ലേ? അപ്പോൾ അറിവിനും അറിവില്ലായ്മയ്ക്കും ഇടയ്ക്കുള്ളൊരവസ്ഥയുണ്ട്. ഇതിനാണ് അജ്ഞാനം എന്ന് പറയുക. മനസ്സിലായോ? അജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയല്ല, അറിവിനും അറിവില്ലായ്മയ്ക്കും ഇടയ്ക്കുള്ള ഒരവസ്ഥയാണ് അജ്ഞാനം. ഈ അജ്ഞാനം കൊണ്ടാണ് പ്രപഞ്ചം സത്യമാണെന്ന് നമുക്ക് തോന്നുക. സത്യമല്ലാത്ത വസ്തു സത്യമാണെന്ന് നമുക്ക് തോന്നും. ഇതിന് ആവരണം വിക്ഷേപം എന്ന് പറയും. ഇതൊക്കെ വേദാന്തത്തിലെ വലിയ വിഷയങ്ങളാണ്. വിക്ഷേപശക്തി, ആവരണശക്തി, 2 ശക്തിയുണ്ട് മായയ്ക്ക്. ആവരണശക്തി എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മറയ്ക്കുക. വിക്ഷേപശക്തി എന്ന് പറഞ്ഞാലോ ഇല്ലാത്തതിനെ കാണിച്ചു തരിക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കയറിനെ കണ്ട് കയറ് പാമ്പാണെന്ന് വിചാരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? കയറ് കാണരുത്. കയറ് കണ്ടാൽ പിന്നെ പാമ്പാന്ന് വിചാരിക്കുമോ? കയറ് കണ്ടില്ല എന്നൊരവസ്ഥ ആദ്യമുണ്ട്, ഇല്ലേ? രണ്ടാമത്തെ എന്താ വന്നത്? പാമ്പിനെ കണ്ടു എന്നൊരവസ്ഥയുണ്ട്. ഇത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചു. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് കയറ് കണ്ടില്ല, പാമ്പിനെ കണ്ടു. രണ്ടും ഒരേ സമയത്ത് ഉണ്ടായില്ലേ? ഇല്ലേ? അത് ഈ ആവരണം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കാണാതിരിക്കുക. വിക്ഷേപം എന്ന് പറഞ്ഞാലോ ഇല്ലാത്തതിനെ കാണുക. എന്ന പോലെ ഈശ്വരനെ കാണുന്നില്ല, പ്രപഞ്ചത്തിനെ നമ്മൾ കാണുന്നില്ലേ? എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാതെ ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അനേകം നാമങ്ങളും അനേകം രൂപങ്ങളും കാണും. ഇതൊക്കെ മായയാണെന്ന് പറയാൻ കാരണം ഇതൊന്നും ശാശ്വതമല്ല, സത്യമല്ല. അത് അനുഭവത്തിൽ നമുക്ക് തോന്നുന്നതാണ്. അതിന് ഭാഗവതത്തിന് ഉദാഹരണം പറയും, യഥാ ഹിരണ്യം ബഹുതാ. സ്വർണം പലതായിട്ട് നമുക്ക് തോന്നാറില്ലേ? വളയായിട്ട് തോന്നും, മാലയായിട്ട് തോന്നും, കമ്മലായിട്ട് തോന്നും, എല്ലാം തോന്നാറില്ലേ? അല്ലേ? നാമരൂപങ്ങളെ നമ്മൾ കാണും, പക്ഷെ സ്വർണത്തിനെ കാണുന്നില്ല. ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്താ കാണുക? ഒരു സ്വർണ്ണപ്പണിക്കാരൻ മാലയും വളയൊന്നും കാണില്ല, അല്ലേ? എത്ര മാറ്റം സ്വർണ്ണം ഉണ്ടെന്നേ കാണുള്ളൂ. അപ്പോൾ അറിവുള്ളവർ സ്വർണത്തിനെ കാണും, അറിവില്ലാത്തവരോ നാമരൂപങ്ങളെ കാണും. ഈ നാമരൂപങ്ങളെ കാണുന്ന അവസ്ഥയാണ് മായ. അതുകൊണ്ടാണ് പരേവി മനുതേനർത്ഥം
തൽകൃതം ചാഭിപദ്യതേ. അതിന് മാർഗമുണ്ട്, തരണം ചെയ്യാൻ മാർഗമുണ്ട്. എന്താണെന്നറിയോ? അതിന് അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജനിൽ അവനവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സുറക്കുക. ഇതാണ് ഭക്തിയോഗം. ഭക്തി എന്ന് പറഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട പദമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പൂജകളോ ഇതൊന്നുമല്ല. അതൊക്കെ അതിൻ്റെ പുറമെയുള്ള ബാഹ്യമായിട്ട് ചടങ്ങുകളാണ്. ഭക്തി എന്താണെന്ന് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ വളരെ വ്യക്തമായിട്ട് പറയും. ഭക്തി എന്താണെന്ന് പറയും. മനോഹരമായിട്ട് ശ്ലോകം ഉണ്ട് അവിടെ. അങ്കോലം നിജബീജസന്തതി അയസ്കാന്തോപലം ശൂചിക സാധ്യം നൈജ വിഭും ലതാക്ഷിദ്രുഹം സിന്ധുസരിദ്വല്ലഭ പ്രാപ്നോതിഹ യഥാ തഥാ പശുപതേ പാദാരവിന്ദദ്വയം ചേതോവൃത്തിരുപയത്ത് തിഷ്ടതി സദാ സാ ഭക്തിരിത്യുച്യതേ. എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ അങ്കോലം നിജബീജസന്തതി. അങ്കോലം എന്ന് പറഞ്ഞ മരമുണ്ട്, അങ്കോല വൃക്ഷം കണ്ടിട്ടുണ്ടോ? ആയുർവേദക്കാർക്കൊക്കെ അറിയാം. അങ്കോലം എന്നൊരു മരമുണ്ട്, അങ്കോല വൃക്ഷം എന്നൊരു വൃക്ഷമുണ്ട്. അങ്കോലം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അറിവുള്ളവർക്കത് മനസ്സിലാവുള്ളൂ. ഈ അങ്കോല മരത്തിൻ്റെ കായ താഴെ വീണാൽ തിരിച്ച് ഞെട്ടിയിലേക്ക് തന്നെ ചാടി പിടിക്കുക അത്രേ അങ്കോലം. അപ്പോൾ അങ്കോലത്തിൻ്റെ കായ അത് തിരിച്ച് മരത്തിലേക്ക് ചാടി പിടിക്കുന്ന പോലെ അങ്കോലം നിജബീജസന്തതി അയസ്കാന്തോപലം സൂചിക. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ. കാന്തം എവിടെയെങ്കിലും വെച്ചാൽ ഇരുമ്പിൻ്റെ വിഷം വരില്ലേ? അയസ്കാന്തോപലം സൂചിക സാധ്വി നൈജ വിഭും. പതിവ്രതയായിട്ടൊരു ധർമ്മപത്നി തൻ്റെ ഭർത്താവിനെ എപ്പോഴും ആശ്രയിച്ച് നിൽക്കുന്ന പോലെ. ലതാക്ഷിതിരുഹം, ഒരു വള്ളി മരത്തിനെ ചുറ്റിപ്പിണരുന്നത് പോലെ. സിന്ധുസരിദ്വല്ലഭ, നദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് പോലെ. ചേതോ വൃത്തിരുപേത്യ തിഷ്ടതി സദാ സാ ഭക്തിരിത്യുച്യതേ. ചേതോവൃത്തികൾ, മനസ്സിൻ്റെ എല്ലാ വൃത്തികളും സദാസമയവും ഈശ്വരനിലേക്ക് പ്രവഹിക്കുന്ന ഭാവമാണ് ഭക്തി. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഈശ്വരനെ വിട്ട് മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് പോകണോ, അത് ഭക്തിക്ക് തടസ്സമാണ്. ഈശ്വരനല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരവസ്ഥ. ശ്വാസേ ശ്വാസേ നാരായണ സ്മൃതി. നമുക്കങ്ങനെയല്ലല്ലോ. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ഈശ്വരനെ ഇരിക്കട്ടെ, അല്ലേ? കുറച്ച് പുണ്യം കിട്ടണം, എന്തിനാ വേണ്ടാന്ന് നിൽക്കണേ? അപ്പോൾ അങ്ങനെയുള്ള ഭക്തി വന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? മായ ഇല്ലാതാവുള്ളൂ. മായ ഇല്ലാതാവാൻ മായയോട് യുദ്ധം ചെയ്താൽ മായ ഇല്ലാതാവില്ല. ഭക്തിയോഗം അധോക്ഷതി. ഭക്തി കൊണ്ട് മാത്രമേ മായ ഇല്ലാതാവും. ഇതിന് എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഇരുട്ട് കളയാൻ എന്താ മാർഗം? ആലോചിച്ചാൽ മതി. എന്താ മാർഗം? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇരുട്ട് കളയാൻ എന്താ വഴി? വെളിച്ചം കൊണ്ട്. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ആലോചിച്ചിട്ട് അടുത്ത കൊല്ലം കാണുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഇരുട്ട് കളയാൻ ഞാൻ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇരുട്ട് കളയാൻ വെളിച്ചം കൊണ്ടിലല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇരുട്ടുള്ളിടത്ത് വെളിച്ചം ഉണ്ടാവില്ല, വെളിച്ചമുള്ളിടത്തോ ഇരുട്ടുണ്ടാവില്ല. ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു പഴയ കാലത്തൊരു വീട്ടിൽ, ഈ പണ്ടത്തെ കാലത്ത് ഈ ഇലക്ട്രിക് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഗ്യാസ് ലൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ, കണ്ടിട്ടുണ്ടോ? പെട്രോമാക്സ്. പണ്ടത്തെ ആൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു വീട്ടിൽ ഒരു വലിയ തറവാട്, അവിടെ എന്തോ വലിയൊരു അടിയന്തരം നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാരണവർ 2-3 വിളക്ക് പെട്രോമാക്സ് കത്തിച്ച് കൊടുത്തിട്ട് ജോലിക്കാരോട് പറഞ്ഞതൊക്കെ ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഒരാൾ ഈ വിളക്കിൻ്റെ ഇലയിൽ വെച്ച് അവിടെ മുഴുവൻ നടന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇരുട്ട് കാണാനില്ല എന്ന്. ഇരുട്ട് കാണോ? വെളിച്ചമുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം. അപ്പോൾ ഭക്തി ഉള്ളിടത്ത് ഈ അജ്ഞാനം ഉണ്ടാവില്ല, അജ്ഞാനമുള്ളിടത്തോ ഭക്തി ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണം. അജ്ഞാനം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ചിന്തകൾ മറ്റു പലതിലേക്കും പോകും. പേര് വേണം, പ്രശസ്തി വേണം, നാട്ടുകാർ മുഴുവൻ എന്നെ അറിയണം, പണം വേണം, ഇതൊക്കെ വരും. അതൊക്കെ അജ്ഞാനം കൊണ്ട് തോന്നുകയാണ്. നേരെ മറിച്ച് ഭക്തി വന്നാലോ എത്രമാത്രം നമുക്ക് ഈ ലോകവിഷയങ്ങളിൽ ആസക്തി കുറയുന്നുവോ അത്രയും നമ്മുടെ മനസ്സ് ഭക്തിയിൽ ഉറച്ചെന്ന് മനസ്സിലാക്കുക. എത്രമാത്രം വിഷയങ്ങളിൽ ആസക്തി വരുന്നുവോ അത്രയും നമ്മുടെ മനസ്സ് ഈശ്വരൻ അകന്നു പോയെന്ന് മനസ്സിലാക്കുക. ഭക്തിയോഗം അധോക്ഷതേ. ഈ ഭക്തി കൊണ്ടല്ലാതെ അജ്ഞാനം ഇല്ലാതാവില്ല. ജ്ഞാനം കൊണ്ട് ഇല്ലാതാവില്ലേ? പക്ഷെ ജ്ഞാനം കൊണ്ട് പലപ്പോഴും അഹങ്കാരം വരും. ജ്ഞാനം വേണ്ടാന്നല്ല, ജ്ഞാനം അഹങ്കാരത്തിന് കാരണമാവും, കർമ്മം അഹങ്കാരത്തിന് കാരണമാവും. ഭക്തി അങ്ങനെയല്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹന്ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. സർവധർമ്മങ്ങളും വിട്ട് പരിപൂർണമായിട്ടും, ഇംഗ്ലീഷിൽ പറഞ്ഞ ടോട്ടൽ സറണ്ടർ, പരിപൂർണമായിട്ടും ഭഗവാനെ ഏൽപ്പിച്ചു. എന്തുപോലെ? എങ്ങനെയാണോ അങ്കോലത്തിൻ്റെ കായ അതിന് ഞെട്ടിയിലേക്ക് പോവുക, നദി സമുദ്രത്തിലേക്ക് പോവുക, വള്ളി മരത്തിനെ ചുറ്റിപ്പണയുക എന്ന പോലെ മനസ്സ് സദാസമയത്തും ശ്വാസേ ശ്വാസേ നാരായണ സ്മൃതി, ആ ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ അജ്ഞാനമില്ലാതാവും. അജ്ഞാനമില്ലാതായാലോ
ദുഃഖങ്ങളും ഇല്ലാതാവും. നമ്മുടെയൊക്കെ ആഗ്രഹം അതല്ലേ? ഏതാ നമുക്ക് ആഗ്രഹം? ദുഃഖം വേണമെന്നാണോ സുഖം വേണമെന്നാണോ? ഏതാ? സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല. എന്തൊക്കെ ചെയ്താലും ശരി, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ. അത് വിവേകചൂഡാമണിയിൽ പറയും, ഒരു ഉദാഹരണം പറയും വിവേകചൂഡാമണിയിൽ. അതുപോലെ ഭാഗവതത്തിലുണ്ട്. ഒരാൾ തലയിൽ ഭാരം വെച്ച് കഴുത്ത് വേദനിക്കുമ്പോൾ തോളത്തെടുത്ത് വയ്ക്കും. തോൾ കഴിക്കുമ്പോഴോ കയ്യിൽ തൂക്കി പിടിക്കും. കൈ കഴിക്കുമ്പോഴോ വീണ്ടും തലയിൽ വയ്ക്കും. ഭാരം എവിടെയെങ്കിലും പോയോ? ഇതിലിപ്പോൾ നമ്മുടെ പരിപാടി അല്ലേ? ഒരു ദുഃഖം മാറാൻ വേണ്ടി വേറൊരു ദുഃഖം. ശാശ്വതമായിട്ടൊരു പരിഹാരം അത്രയേ ഉള്ളൂ, ഭക്തിയോഗം അധോക്ഷതി. ഇത് ആര് പറഞ്ഞു കൊടുത്തു? നാരദ മഹർഷി വേദവ്യാസന് പറഞ്ഞു കൊടുത്തു. ആ ഭക്തിയുടെ ശാസ്ത്രമായിട്ടാണ് ഭാഗവതം എഴുതിയത്. അതാണ് വേദവ്യാസൻ ഭാഗവതം എഴുതാനുള്ള കാരണം. മറ്റു രണ്ട് കാരണങ്ങൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പോൾ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഭക്തിയിൽ കൂടി മുക്തി. ഭക്തിയിൽ കൂടി മുക്തിയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഭാഗവതത്തിന് പഞ്ചമപുരുഷാർത്ഥം കൂടി പറയാറുണ്ട്. വല്ലഭാചാര്യരൊക്കെ ഭാഗവതത്തിന് എന്താണ് ചതുഷ്ടയമല്ല, 4 ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് പുരുഷാർത്ഥങ്ങൾ. വല്ലഭാചാര്യ അഭിപ്രായത്തിൽ 5ാമത്തെ പുരുഷാർത്ഥമുണ്ട്, ആണ് ഭക്തി. പഞ്ചമപുരുഷാർത്ഥം എന്ന് അദ്ദേഹം പറയും. 5ാമത്തെ പുരുഷാർത്ഥമാണ് ഭക്തി. ഈ 5ാമത്തെ പുരുഷാർത്ഥം കൊണ്ടല്ലാതെ അജ്ഞാനമാകുന്ന ഇരുട്ടില്ലാതാവില്ല. അജ്ഞാനം പോയാലല്ലാതെ ദുഃഖവും ഇല്ലാതാവില്ല. അപ്പോൾ ദുഃഖം ഇല്ലാതാണെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് വേണം? ഭക്തി സമ്പാദിക്കുക. ഭവേ ഭവേ യഥാ ഭക്തി പാദയോ സ്തവജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വന്നോ യഥപ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവഭാവപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.